Okay. Yes, so guys, once again welcome back to another paper prediction. അപ്പോൾ ജെയുടെ എക്സാംസ് നിങ്ങൾക്ക് ഏറ്റവും അടുത്തെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഫിസിക്സിലെയും അതേപോലെ തന്നെ മാത്തമാറ്റിക്സിലെയും ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫിസിക്സിൽ ഒരു പേപ്പർ പ്രഡിക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ചെയ്തു. ഇനി അതിനുശേഷം ഇന്ന് ഫിസിക്സും മാത്സും കൂടെയാണ് കമ്പൈൻഡ് ആയിട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സീരീസും കൂടെ കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് കുറേയധികം ക്വസ്റ്റ്യനിലൂടെ നമ്മൾ കടന്നു പോകുക എന്നുള്ളതാണ് ഈ അവസാന നിമിഷത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ റൈറ്റ് നൗ ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഫിസിക്സിലെ റാൻഡം ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ പേപ്പർ പ്രഡിക്ഷൻ കൃത്യമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ക്വസ്റ്റ്യൻ കാണുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളും ആസ് മച്ച് ആസ് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ്. എനിവേ ഹിയർ ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഫെറിക്കൽ ബോഡി ഓഫ് മാസ് 2 kg starting from rest acquires a kinetic energy of 10,000 joule at the end of the 5th second. Therefore the force acting on the body is dash Newton. എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോഴ്സ് ആണ് കാണേണ്ടത്. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. കൈനമാറ്റിക്സിൽ നിന്നും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ F is equal to മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നാണ്. മാസ് എനിക്ക് ഇവിടെ ഓൾറെഡി അറിയാം, സോ എനിക്ക് ആക്സിലറേഷൻ അറിയണം. ദ ബോഡി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ മേ ബി മൈ V ഈക്വൽ ടു U+AT ഞാൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വെലോസിറ്റി V വിൽ ബി ഈക്വൽ ടു U+AT. സോ അങ്ങനെയാണെങ്കിൽ A ഇസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ T എന്ന് വരും. അതായിരിക്കും എൻ്റെ ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ആക്സിലറേഷൻ കാണണമെങ്കിൽ വെലോസിറ്റി കാണണം. അപ്പോൾ ഈ 5ാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റിയാണ് എനിക്ക് കാണേണ്ടത്. അപ്പോൾ അതിങ്ങനെ മനസ്സിലാകും. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു 10,000. കൈനറ്റിക് എനർജി എന്താ? ഹാഫ് mv². സോ ഹാഫ് mv² ഇസ് ഈക്വൽ ടു 10,000 എന്നാണ് ഇവിടെ ഓൾറെഡി തന്നിട്ടുള്ളത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു v² ഇസ് ഈക്വൽ ടു 10,000. സോ ഹാഫും ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി എൻ്റെ V ഉണ്ടാകും. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് മൈ V വിൽ ബി ഈക്വൽ ടു 100. അപ്പോൾ V കിട്ടി, വെലോസിറ്റി കിട്ടി. വെലോസിറ്റി എത്രയാണെന്നാണ് കിട്ടിയിട്ടുള്ളത്? 100 ആണ് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? ദ ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ T ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു V എത്രയാണ്? 100 ആണ്. ഡിവൈഡ് ബൈ T എത്രയാണ്? T എന്ന് വെച്ചാൽ 5th സെക്കൻഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ 5 ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20 m/s² എന്ന് കിട്ടും എൻ്റെ ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എളുപ്പമാണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ടൈംസ് ആക്സിലറേഷൻ ആണ്. മാസ് 2 kg ആണെങ്കിൽ 2 × 20 ദാറ്റ്സ് ഈക്വൽ ടു 40 ന്യൂട്ടൺ എന്ന് കിട്ടും. 40 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ അവിടെ? യെസ്, കുറച്ച് പേർക്ക് 40 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ദ ആൻസർ ഇസ് ഈക്വൽ ടു 14 ന്യൂട്ടൺ. 40 ന്യൂട്ടൺ ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? 40 ന്യൂട്ടൺ. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ആണ്. കൈനമാറ്റിക്സിൽ നിന്നും നിങ്ങളെ ഇക്വേഷൻസ് ഓഫ് മോഷനും ആക്സിലറേഷനും വെലോസിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തുന്ന ഇക്വേഷൻസും ഈ പ്രോബ്ലത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എനിവേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. സോ ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗൈൻ ഇതും മെക്കാനിക്സിന്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു ചോദ്യവും വന്നിട്ടുള്ളത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് എ ബോഡി ഓഫ് 1 kg ബിഗിൻ ടു മൂവ് അണ്ടർ ദ ആക്ഷൻ ഓഫ് എ ടൈം ഡിപ്പെൻഡന്റ് ഫോഴ്സ്. അപ്പൊ ടൈം ഡിപ്പെൻഡന്റ് ഫോഴ്സ് ആണ് ഇവിടെ. അതായത് ടൈമിനനുസരിച്ച് എൻ്റെ ഫോഴ്സ് മാറുന്നുണ്ട്. വേർ I cap and J cap ആർ ദ യൂണിറ്റ് വെക്ടേഴ്സ് അലോങ് X ആക്സിസ് ആൻഡ് Y ആക്സിസ്. ദ പവർ ഡെവലപ്ഡ് ബൈ ദ എബോവ് ഫോഴ്സ് അറ്റ് ദ T ഈക്വൽ ടു 2 സെക്കൻഡ് വിൽ ബി. അപ്പൊ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? പവറിന്റെ ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കുക. പവർ എന്ന് വെച്ചാൽ വർക്ക് ബൈ ടൈം ആണ്, അതായത് എനർജി ആണ് അല്ലേ? സോ അതിന്റെ ബേസിസിൽ നമ്മളൊരു ഇക്വേഷനും കൂടെ കണ്ടിരുന്നു. കാരണം ഇവിടെ വർക്കോ ടൈമോ ഒന്നും ബാക്കി അത് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റൂല. പക്ഷേ ഒരു ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടാകും. പവർ ഇസ് ഈക്വൽ ടു F.V എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. F.V. അപ്പോൾ F ഇവിടെ എനിക്ക് ഓൾറെഡി അറിയാം, ഗിവൺ ആണ്. ഇനി വെലോസിറ്റി കണ്ടാൽ മതി. വെലോസിറ്റി എങ്ങനെ കാണാനായിട്ട് പറ്റും? വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു dv ഡിവൈഡഡ് ബൈ dt ആണ്.
സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡി വി എന്ത് വരും? ഡി വി ഇസ് ഈക്വൽ ടു എ ഡി ടി എന്ന് വരും. സോ ഫ്രം ദിസ് എക്സ്പ്രഷൻ ഐ ക്യാൻ ഫൈൻഡ് ദ വി ബൈ ഇൻ്റഗ്രേറ്റിംഗ് ദിസ് വൺ. സോ മൈ വി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഡി ടി എന്ന് കിട്ടും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആക്സിലറേഷൻ എന്താ? എഫ് ഡിവൈഡ് ബൈ എം ആ. എഫ് ഡിവൈഡ് ബൈ എം എന്ന ഇത് 1 kg ആയതുകൊണ്ട് എഫ് എന്താണോ അതന്നെ ആയിരിക്കും എൻ്റെ എ ഉണ്ടാകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ടി ഐ ക്യാപ്പ് പ്ലസ് 3t² ജെ ക്യാപ്പ് എന്നുണ്ടാകും. 3t² ജെ ക്യാപ്പ് ഇൻറ്റു ഡി ടി. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? t² ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 ഇൻറ്റു t³ ഡിവൈഡഡ് ബൈ 3 എന്നുണ്ടാകും. ദിസ് ഈസ് ഇൻ ഐ ക്യാപ്പ് ഡയറക്ഷൻ, ദിസ് ഈസ് ഇൻ ജെ ക്യാപ്പ് ഡയറക്ഷൻ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 3 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ t² ഡിവൈഡഡ് ബൈ 2 ഇൻ ഐ ക്യാപ്പ് പ്ലസ് t³ ഇൻ ജെ ക്യാപ്പ് ഡയറക്ഷൻ. ഇതാണ് എൻ്റെ വെലോസിറ്റി വെക്ടർ കിട്ടിയിട്ടുള്ളത്. നൗ ദ തിങ്സ് ആർ വെരി ഈസി. വി നോ ദ എഫ്, വി കണ്ടെത്തി. സോ എഫ് ഡോട്ട് വി ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ പവർ കിട്ടും അറ്റ് ദ ടൈം t ഈക്വൽ ടു 2. അപ്പോൾ t ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ കൂടെ കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ p ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് വി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ഫസ്റ്റ് ടൈം വിൽ ബി t² ബൈ 2 ഇൻറ്റു ടി വരും. എന്ന് വെച്ചാൽ t³ ഡിവൈഡ് ബൈ 2 ആദ്യത്തെ ടേം വരും. രണ്ടാമത്തെ ടേമോ t³ ഇൻറ്റു 3t² എന്നുണ്ടാകും. അപ്പോൾ t³ ഇവിടെ ഉണ്ട് ഓൾറെഡി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി എൻ്റെ 3t² ഉണ്ട്. സോ 3t⁵ എന്നുണ്ടാകും. 3t⁵. ഇതാണ് എൻ്റെ എഫ് ഡോട്ട് വി. നൗ ദിസ് ഈസ് ദ പവർ അറ്റ് എനി ടൈം. ഏതൊരു ഇൻസ്റ്റന്റേനിയസ് പവറാണ് ഇവിടെ എനിക്ക് തന്നിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരിക? ദിസ് ഈസ് ഈക്വൽ ടു t ഈക്വൽ ടു 2 സെക്കൻഡിലാണ്. സോ t ഈക്വൽ ടു 2 സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്ര വരിക? 2³ ദാറ്റ്സ് ഈക്വൽ ടു 8 ആണ്. 8 ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 4 ആണ്. സോ 4 ഇൻറ്റു 3 ഇൻറ്റു t⁵. 2⁵. 2⁴ 16 ആണ്. 16 ഇൻറ്റു 2 എത്ര വരും? 32 വരും. സോ 3 ഇൻറ്റു 32 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 4 പ്ലസ് 96 എന്ന് കിട്ടും ഈക്വൽ ടു 100. സിമ്പിൾ. പവർ ഇസ് ഈക്വൽ ടു 100. സോ 100 ആയിരിക്കും ഇതിലെ പവർ. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. 98 നിങ്ങൾക്ക് എവിടെയോ ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ടാകുമല്ലോ. സോ പവർ ഇസ് ഈക്വൽ ടു 100. പക്ക ഈസിയാണ്. പി ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് വി. സിമ്പിളായിട്ട് എഫ് ഡോട്ട് വി ചെയ്താലും നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിനായിട്ട് പോവാണ്. ഹിയർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് 2 kg ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ഇറ്റ് സ്റ്റാർട്ട് മൂവിങ് unidirectionally under the influence of a source of constant power. Its displacement in 4 seconds is 1/3 alpha square root p. The value of the alpha is. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് ദ ആൽഫ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് തന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ പൊസിഷൻ ആ തന്നത്. അപ്പോൾ പൊസിഷൻ നമുക്ക് കാണണം ഇൻ ടേംസ് ഓഫ് പി. പി എന്ന് വെച്ചാൽ ഇവിടെ പവറാണ്. അപ്പോൾ എങ്ങനെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ പഠിച്ചിട്ടുള്ള എക്സ്പ്രഷനുമായിട്ട് ബന്ധപ്പെടുത്താം എന്നുള്ളതാണ് ആദ്യം ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് എന്ത് അറിയണം? ഡിസ്പ്ലേസ്മെന്റിലേക്ക് എത്തണം. ഡിസ്പ്ലേസ്മെന്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെലോസിറ്റി അറിയണം. വെലോസിറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഡിസ്പ്ലേസ്മെന്റിലേക്ക് എത്താൻ പറ്റും. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ്റെ വേറൊരു ഫോം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നോക്കിക്കേ, എങ്ങനെ എനിക്ക് ഡിസ്പ്ലേസ്മെന്റിലേക്ക് എത്താൻ പറ്റും, അതായത് എങ്ങനെ എനിക്ക് വെലോസിറ്റിയിലേക്ക് എത്താൻ പറ്റും. ഇവിടെ പി എന്ന് പറയുന്ന പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആക്ച്വലി പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈമാ. വർക്ക് എത്രയായിരിക്കും? വർക്ക് എന്ന് വെച്ചാൽ ഇവിടുത്തെ കൈനറ്റിക് എനർജി എത്രയാണോ അതായിരിക്കും എൻ്റെ വർക്ക് എന്ന് വെച്ചാൽ ½ mv² ആയിരിക്കും. അപ്പോൾ എനിക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? ½ mv² ഇസ് ഈക്വൽ ടു PT. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഈ ഒരു എക്സ്പ്രഷൻ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അതിൻ്റെ റിലേഷൻസ് തന്നിട്ടുണ്ടാകൂല, അറിയൂല. ഇപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ വളരെ ഡയറക്റ്റ് ആണ്. ½ mv² എല്ലാ സംഭവങ്ങളും തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ചെറിയ 2-3 കാര്യങ്ങളെ മാറ്റാനുള്ളൂ. പക്ഷെ ഇവിടെ ഭയങ്കരമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ റിലേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്താകും? കുറെ കൂടി എളുപ്പമാകും. അപ്പോൾ ½ mv² കിട്ടി. ½ mv² ഇസ് ഈക്വൽ ടു PT ആണ് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് മൈ വെലോസിറ്റി എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു √2PT ഡിവൈഡഡ് ബൈ m ആയിരിക്കും. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടി? എൻ്റെ വെലോസിറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി വെലോസിറ്റിയിൽ നിന്ന് dx/dt ആണ് എൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ മൈ dx/dt ഈസ് ഈക്വൽ ടു √2p ഡിവൈഡ് ബൈ m കോമൺ ആണ്, ഞാൻ പുറത്തെടുത്തു.
ടി റേസ് ടു 1/2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എൻ്റെ എക്സ് എന്തായിരിക്കും? എക്സ് വിൽ ബി ഈക്വൽ ടു ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ റൂട്ട് 2p ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഈ ടി റേസ് ടു 1/2 ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? ടി റേസ് ടു 3/2 എന്ന് വരും. 3/2 ഇൻറ്റു 2/3 എന്നുണ്ടാകും, റൈറ്റ്? സോ 3/2 ഇൻറ്റു 2/3. അപ്പോൾ ഇതാണ് നമ്മുടെ പൊസിഷൻ. പക്ക ഇനി എനിക്ക് എന്ത് കിട്ടി? പൊസിഷൻ കിട്ടി. ദിസ് ഈസ് ഇൻ ടേംസ് ഓഫ് പി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കി എല്ലാ വാല്യൂസും അവിടെ ഉണ്ട്. യു ജസ്റ്റ് ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ആൽഫ. അപ്പോൾ റൂട്ട് പി എം ഇവിടെ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ ഒന്ന് സിംപ്ലിഫൈഡ് ആക്കി മാറ്റി എഴുതുകയാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഞാൻ എം എനിക്കറിയില്ല, എമ്മിനെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിലേക്ക് കൊണ്ടുവരണം. സോ ഇവിടെ 2 ഉണ്ട്, 2/3 ഉണ്ട്, അവിടെ ഉള്ളിലൊരു റൂട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, സോ എൻ്റെ ഡിനോമിനേറ്ററിൽ എന്തായാലും എന്തുണ്ട്? 3 ഉണ്ട്, റൈറ്റ്? ഇവിടെ ടൈം എനിക്ക് തന്നിട്ടില്ല, എത്ര? ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 4 സെക്കൻഡ്. യെസ്, ടൈം ഇവിടെ തന്നിട്ടുണ്ട്, 4 സെക്കൻഡാണ് തന്നിട്ടുണ്ട്. ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 4 സെക്കൻഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 2/3 ഇൻറ്റു 4ന്റെ റൂട്ട് എത്ര വരിക? 2 വരും. 2 ക്യൂബ് എത്ര വരും? 8 വരും. 8 ഇൻറ്റു റൂട്ട് 2p ഡിവൈഡഡ് ബൈ എം എന്നുണ്ടാകും, റൈറ്റ്? 2p ഡിവൈഡ് ബൈ എം. ഇവിടെ ബോഡി ഓഫ് മാസ് 2 kg എന്നാണ് പറഞ്ഞത്. അപ്പോൾ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായി പോയി ഉണ്ടാകും? ഈ എമ്മിന് പകരം എനിക്ക് 2 kg കൊടുക്കാനായിട്ട് പറ്റും. സോ റൂട്ട് 2 ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി റൂട്ട് പി ഉള്ളൂ. എന്ന് വെച്ചാൽ 16 ഡിവൈഡ് ബൈ 3 ഇൻറ്റു റൂട്ട് പി എന്ന് കിട്ടി. ആൻസർ എന്താടാ? ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് കിട്ടി? ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 എന്ന് കിട്ടി. സോ മൈ ആൽഫ ഈക്വൽ ടു റൂട്ട് 16, ദാറ്റ്സ് ഈക്വൽ ടു 4. കിട്ടിയിട്ടുണ്ടോ? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻ ഉണ്ടാവില്ലേ? ഇല്ല. അതായത് മേ ബി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. ഇത് പ്രീ വൈക്യൂ ആണ്. 2023 വന്നിട്ടുള്ള ഒരു JEE ടൈപ്പ് ചോദ്യമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. അത് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പാണ്. നമ്പർ ആണ് നിങ്ങളുടെ ആൻസർ വരെ, അതിന് ഓപ്ഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് എനിക്ക് ആൽഫ കിട്ടി. ദ വാല്യൂ ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു 4. പക്ക 4 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ സംഭവം ഈസിയാണ്, പക്ഷേ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഇക്വേഷൻ എഴുതുക എന്നുള്ളത്, അതായത് ആദ്യത്തെ ഈ റിലേഷൻ എഴുതുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ചലഞ്ചിങ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ ഒന്നുകൂടെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് വെച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എനിവേ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാണ്. എ ട്രാവലിംഗ് വേവ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഇക്വേഷൻ y is equal to 0.05 into sin kx minus omega t. അതിൻ്റെ ഫോർമാറ്റിലാണ്. അപ്പോൾ 8x minus 4t. The velocity of the wave is very simple, direct, purely direct question. We have to find the velocity of the wave. വേവിൻ്റെ വെലോസിറ്റി എങ്ങനെയാണ് കാണുക? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ കെ ആ. ഒമേഗ ഇവിടെ എത്രയാണ്? ഒമേഗ kx മൈനസ് ഒമേഗ ടി. ഒമേഗ ഇവിടെ തന്നിട്ടുണ്ട് 4 ആണ്. 4 ഡിവൈഡ് ബൈ എൻ്റെ കെ എത്ര? കെയും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 8 ആണ്. ദാറ്റ്സ് ഈക്വൽ 1/2 ആണ്. എന്ന് വെച്ചാൽ 0.5 ആണ്. 0.5 മീറ്റർ പെർ സെക്കൻഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ, ഓർ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ഈസി ആണല്ലോ സംഭവങ്ങൾ. കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫിസിക്സ് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഇറ്റ്സ് വിൽ ബി എ പഞ്ച് ഓഫ് കേക്ക്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് നോക്കുക. എനിവേ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോ ഹിയർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റീൽ വയർ വിത്ത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് ഗിവൺ ബൈ 7 × 10⁻³ ഈസ് അണ്ടർ ദ ടെൻഷൻ ടി തന്നിട്ടുണ്ട് 70 ന്യൂട്ടൺ ആണ്. സ്പീഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സ് വേവ് ഇൻ ദ വയർ ഈസ്. അതും അഗെയിൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. കാരണം സ്പീഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സ്ട്രിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. വി ഇസ് ഈക്വൽ ടു റൂട്ട് ടി ഡിവൈഡഡ് ബൈ മ്യൂ എന്ന്. അതായത് ടെൻഷൻ ആണ് ടി, മറ്റേത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ടി എത്രയാണ്? 70 ആണ്. മ്യൂ എത്രയാണ്? 7 × 10⁻³ ആ. അപ്പോൾ എന്ത് വരും? 10 × 10⁻³ എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ 10⁻⁴ റൂട്ട് എടുത്താൽ 10² ആണ് കിട്ടുക. സോ ദാറ്റ്സ് ഈക്വൽ ടു 100 ആണ്. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. അഗെയിൻ ദിസ് ഈസ് ഓൾസോ ആൻ വെരി ഈസി ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 2 എൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യനുകൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ പിക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ മിക്സഡ് ആയിട്ടായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത്. എനിവേ, അടുത്ത ചോദ്യം നോക്കാം. യങ്സ് മോഡുലസിൽ നിന്നാണ് ചോദ്യം. 2 ചോദ്യങ്ങൾ ഇനി യങ്സ് മോഡുലസ് എന്നാണ് വരുന്നത്. അപ്പോൾ അതോടുകൂടെ ഈ 2 ക്വസ്റ്റ്യനോട് കൂടെ നിങ്ങളെ യങ്സ് മോഡുലസിന്റെ ഭാഗം പക്ക 100% ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. എനിവേ, ക്വസ്റ്റ്യൻ നോക്കാം.
യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, യങ്സ് മോഡുലസ് അല്ല, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. അത് കഴിഞ്ഞിട്ട് യങ്സ് മോഡുലസിന്റെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. So here it is, Young's double slit experiment. The position of fifth fringe from the central maxima is 5 centimeter. The distance between the slit and the screen is equal to 1 meter and wavelength used in monochromatic light is 600 nanometer. Separation between the slit is, separation between the slit, അതായത് എൻ്റെ സ്മോൾ ഡി ആണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്, ക്യാപിറ്റൽ ഡി തന്നിട്ടുണ്ട്. ഞാൻ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാണ്. ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു 1 മീറ്റർ ആണ്, വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു 600 നാനോമീറ്റർ ആണ്. പിന്നെ അതേപോലെ തന്നെ സ്മോൾ ഡി അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അവർ എക്സ് എൻ അല്ലെങ്കിൽ എൻ്റെ വൈ എൻ, എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്. ദ ഫിഫ്ത്ത് ഫ്രിഞ്ച് ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 5 × 10⁻². അപ്പൊ ഇതാണ് എനിക്ക് തന്നിരിക്കുന്ന ഫാക്റ്റുകൾ. ഇനി എങ്ങനെ റിലേറ്റ് ചെയ്യാം? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എക്സ് എൻ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു എൻ ലാംഡ ഡി ബൈ ഡി എന്ന് പഠിച്ചിട്ടുണ്ടാകും. സോ വൈ എൻത്ത് വിൽ ബി ഈക്വൽ ടു എൻ ലാംഡ ഡി ഡിവൈഡഡ് ബൈ ഡി. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? 5 × 10⁻² ഇസ് ഈക്വൽ ടു എൻ. ഇത് ഫിഫ്ത്ത് ഫ്രിഞ്ച് ആണ്. സോ 5 × 600 × നാനോമീറ്റർ ആണ്, 10⁻⁹ ഇൻറ്റു ഡി 1 ആണ്, ഡിവൈഡഡ് ബൈ ഡി എന്നുണ്ടാകും. സോ വാട്ട് ഈസ് ഡിവൈഡ് ബൈ ഡി? ദിസ് വിൽ ബി ഈക്വൽ ടു 5 × 600 × 10⁻⁹ ഡിവൈഡ് ബൈ 5 × 10⁻². ഡയറക്റ്റ് ആണ്. 5 ക്യാൻസൽ ചെയ്തു, 10⁻² ഇതിൽ ക്യാൻസൽ ചെയ്താൽ -7 ഉണ്ടാകും. സോ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് 6 × 10⁻⁵ എന്ന് എഴുതാനായിട്ട് പറ്റും. ഓപ്ഷൻ ആണുള്ളത്. സോ 6 × 10⁻⁵ എന്ന് വെച്ചാൽ 60 മൈക്രോമീറ്റർ ആണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ, അല്ലെങ്കിൽ ഓപ്ഷൻ 1 ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള സംഭവമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിട്ടുള്ളതും. എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, കുറച്ച് പേർക്ക് 1 എന്ന് കിട്ടിയിട്ടുണ്ട്, ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. എനിവേ റിയലി ഗ്രേറ്റ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. ഇതേ കൺസെപ്റ്റുകൾ തന്നെയാണ്. എനിവേ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 2 Polaroid A and B are placed in such a way that the passing axis of the Polaroid are perpendicular to each other. Now another Polaroid C is placed between A and B, bisecting the angle between them. If intensity of the unpolarized light is I0, then the intensity of the transmitted light after passing through the Polaroid B will be equal to. അപ്പോൾ ഇവിടെ മാലൂസ് ലോ ആണ് ആക്ച്വലി ഇവിടെ നിങ്ങളോട് ടെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പെട്ടെന്നൊന്ന് മനസ്സിലാക്കി നോക്കാം നമുക്ക്. മേ ബി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് വെച്ചോ, ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട്, ഹാവിങ് സം ഇന്റൻസിറ്റി I0. ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. സോ ദിസ് ഈസ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഞാൻ UP നിന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇനി അൺപോളറൈസ്ഡ് ലൈറ്റിന്റെ പാസിംഗ് ആക്സിസ് മേ ബി ഇതാണെന്ന് വെച്ചോ, ഇതാണ് ഇതിന്റെ ആക്സിസ് എന്ന് വെച്ചോ, അതായത് ഇത് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ വൈബ്രേഷൻസ് ഉള്ളത് ഇതിലാന്ന് വെച്ചോ. Now you are introducing some Polaroid. നിങ്ങൾ ഇവിടെ ഒരു പോളറോയിഡ് കൊടുക്കുന്നുണ്ട്. ആ പോളറോയിഡിലൂടെ ഇത് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് മേ ബി ദ പോളറോയിഡിന്റെ പാസിംഗ് ആക്സിസ് ഈസ് സംതിങ് ലൈക്ക് ദിസ്, ഇതുപോലെ എന്ന് വരച്ചോ, വിച്ച് മീൻസ് ഇറ്റ് ഈസ് മേക്കിംഗ് സം ആംഗിൾ തീറ്റ. ദെൻ യുവർ I will be equal to I0 × cos²θ. ഇത് നിങ്ങൾ പഠിച്ചതായിരിക്കും അല്ലേ? ഇനി നമ്മൾ പഠിച്ച സംഭവമായിട്ട് ഈ ഇക്വേഷൻ, ഈ തന്നിരിക്കുന്ന സിനാരിയോ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 2 പോളറോയിഡുകൾ ഉണ്ട്. A and B are placed such that the passing axis of the Polaroid are perpendicular to each other. എന്ന് വെച്ചാൽ ഒരാളെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആളെ ഞാൻ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്? അടുത്ത ആളെ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. വിച്ച് മീൻസ് പാസിംഗ് ആക്സിസ് മ്യൂച്വലി പെർപെൻഡിക്കുലറാ. അങ്ങനെ ആലോചിച്ച് വെക്കുക. ഒരാൾ ഇങ്ങനെയാണ്, ഒരാൾ എക്സ് ആക്സിസ് ആണെങ്കിൽ അടുത്ത ആൾ വെച്ചിട്ടുള്ളത് എവിടെയാണ്? Y ആക്സിസിലാണ്. നൗ another Polaroid C is placed in between the A and B, bisecting angle between A and B, bisecting angle between them. എന്ന് വെച്ചാൽ ഒരു ആംഗിൾ അറ്റ് സം ആംഗിളിൽ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. മേ ബി എൻ്റെ C എന്ന് പറയുന്ന സാധനം. ഇഫ് ദ ഇന്റൻസിറ്റി ഓഫ് ദ അൺപോളറൈസ്ഡ് ലൈറ്റ് ഈസ് I0, ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ആഫ്റ്റർ പാസിംഗ് ത്രൂ ദ B. അതായത് ഇവിടെ വരുന്നുണ്ട് I0 എന്ന് പറയുന്ന ഇന്റൻസിറ്റിയാണ് വരുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫൈനലി പുറത്തേക്ക് വരുന്ന ആൾ എത്രയാണെന്നുള്ളതാ ചോദ്യം. അപ്പോൾ വളരെ സിമ്പിളാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, I0 വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആളിലൂടെ പാസ് ചെയ്ത് പോവുകയാണ്. ആദ്യത്തെ ആളെ പാസിങ് ആക്സിസ് എനിക്ക് പാരലലി തന്നെയാണെന്ന് വിചാരിച്ചോ. കാരണം ഇവിടെ വരുന്നത് ഒരു അൺപോളറൈസ്ഡ് ലൈറ്റാ.
അപ്പോൾ എല്ലാ ഡയറക്ഷൻസിലും വൈബ്രേഷൻ ഉണ്ടാകും. ഇപ്പോൾ ഈ പോളറോയിഡ് 3 പോളറോയിഡ് ഉണ്ട്. നമുക്ക് 3ഉം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നോക്കാം. ഇതിൻ്റെ ഒരു 2 ഡയമെൻഷൻ വ്യൂ ഞാൻ വരച്ചു തരാം. അതായത് 2 ഡയമെൻഷൻ വ്യൂ ആണെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാകും. എൻ്റെ കയ്യിലുണ്ടാകുന്ന ആദ്യത്തത് എയുടെ ഡയറക്ഷൻ ഇതാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബിയുടെ ഡയറക്ഷൻ ഇതാണ്, റൈറ്റ്? ഇതാണ് എൻ്റെ ബിയുടെ ഡയറക്ഷൻ. നൗ ഇവർ 2 പേരും അല്ലാണ്ട് ഒരു സി കൂടെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് മേക്കിംഗ് സം ആംഗിൾ തീറ്റ. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇതാണ് എൻ്റെ എ, ഇതാണ് എൻ്റെ ബി, ഇതാണ് എൻ്റെ സി, വിച്ച് ഈസ് മേക്കിംഗ് സം ആംഗിൾ തീറ്റ. എയും ആയിട്ടും ബി ആയിട്ടും തീറ്റ ഉണ്ടാക്കുന്നുണ്ട്. ഈക്വൽ ആംഗിൾ ആണ് എന്നുണ്ടെങ്കിൽ അത് 45 ഡിഗ്രി ആയിരിക്കും. ബൈസെക്ടിങ് ദ ആംഗിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബൈസെക്ടിങ് ദ ആംഗിൾ എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന 2 ആംഗിളുകളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വലി ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടി തീറ്റ എത്രയായിരിക്കും, ഇത് 45 ആയിരിക്കും എന്നുള്ളത്. സോ ദിസ് വിൽ ബി 45 ഡിഗ്രി ആൻഡ് ദിസ് വിൽ ബി 45 ഡിഗ്രി. ഇനി എന്താ സംഭവിക്കാൻ നോക്കാം. ഇവിടെ നോക്കിക്കേ, എൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇനീഷ്യലി വരുന്ന ആള് എന്തുണ്ട്, ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. അപ്പോൾ ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് ഇവിടെ ഒന്ന് പതിക്കുന്നുണ്ട്. അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് വെച്ചാൽ ഇതേപോലെ എല്ലാ ഡയറക്ഷൻസിലും വൈബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ മേ ബി ഇങ്ങനാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ആള് എക്സ് ആക്സിസിനും രണ്ടാമത്തെ ആള് വൈ ആക്സിസിനും ബി ആള് വൈ ആക്സിസിനും പാരലലായിട്ട് അങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആള് I0 ഇൻറ്റൻസിറ്റിയിലാണ് വരുന്നത്. ആഫ്റ്റർ പാസിങ് ത്രൂ ദിസ് എ എത്രയായിരിക്കും ഉണ്ടാകുക, ആഫ്റ്റർ പാസിങ് ത്രൂ ഫസ്റ്റ് 1 എത്രയായിരിക്കും എൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ടാകുക. ആദ്യത്തെ ആളെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ IA എന്നുള്ളത് എത്രയായി മാറുന്നുണ്ടാകും, IA വിൽ ബി ഈക്വൽ ടു I0 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. എൻ്റെ കയ്യിൽ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട്. ആ അൺപോളറൈസ്ഡ് ലൈറ്റ് വന്നിട്ട് ഹാവിങ് സം ഇൻറ്റൻസിറ്റി I0 ആൻഡ് ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ എ പോളറോയിഡ്, ദെൻ ദ ഇൻറ്റൻസിറ്റി വിൽ ബിക്കം ഹാഫ് I0 ഡിവൈഡ് ബൈ 2 ആയി. ഇനി I0 ഡിവൈഡ് ബൈ 2 എങ്ങനെയുള്ളത്, I0 ഡിവൈഡ് ബൈ 2 ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്, ഇങ്ങനെ പോണത്. ഇനി അടുത്ത ആൾ എങ്ങോട്ടാ പോകേണ്ടത്, നേരെ എൻ്റെ സി എന്ന് പറയുന്ന അടുത്ത ആളിലേക്കാണ് പോകേണ്ടത്. സി എത്രയാണ്, സി ഈസ് മേക്കിംഗ് 45 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെയുള്ള ആള് ഈ 45 ഡിഗ്രി ആയിട്ട് ഉണ്ടാക്കുന്ന ഇയാളടുത്തേക്ക് പോവാണ്. അതായത് ഇവിടെ നോക്കിക്കേ, ഇതാണ് എൻ്റെ പാസിംഗ് ആക്സിസ്, ഇതാണ് എൻ്റെ പാസിംഗ് ആക്സിസ്, 45 ഡിഗ്രിയാണ് എൻ്റെ പാസിംഗ് ആക്സിസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 45 ഡിഗ്രിയും ഇയാളും എൻ്റെ ഇനീഷ്യലി വരുന്ന ലൈറ്റിൻ്റെ ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു മാലൂസ് ലോ എനിക്ക് എന്ത് പറയാനായിട്ട് പറ്റും, മൈ IC വിൽ ബി ഈക്വൽ ടു ഇൻറ്റൻസിറ്റി ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. ഇൻറ്റൻസിറ്റി എത്രയാണ്, I0 ഡിവൈഡ് ബൈ 2 ആണ്. കോസ് സ്ക്വയർ 45 എന്നുണ്ടാകും. 45 നിങ്ങൾക്കറിയാം 1/√2 ആണ്. സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും, 1/2 വരും. എന്ന് വെച്ചാൽ I0 ഡിവൈഡ് ബൈ 4 ആണ് IC വരിക. ഇനി IC ഇപ്പം രണ്ടാമതായിട്ട് എന്താ ഉണ്ടാകുന്നത്, രണ്ടാമതായിട്ട് ഉണ്ടാകുന്നത് ഇത് ഇയാൾ ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പം 45 ഡിഗ്രിയിലാണ് പോകുന്നത്. നൗ ഇറ്റ് ഈസ് അഗെയിൻ മേക്കിംഗ് ആൻ ആംഗിൾ 45 ഡിഗ്രി. ഇതാണ് പാസിംഗ് ആക്സിസ്. ഈ പോളറോയിഡിന്റെ പാസിംഗ് ആക്സിസ് ഇതാണ്, എൻ്റെ ലൈറ്റിന്റെ ആക്സിസ് ഇതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അഗെയിൻ ഇത് എത്രയായിരിക്കും, ഇത് 45 ഡിഗ്രി ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ആള് IB ഈക്വൽ ടു ഇൻറ്റൻസിറ്റി വിച്ച് ഇസ് ഇൻസിഡിങ് ഓൺ IBയിലേക്ക് എത്തുന്നത് എത്രയാണ്, I0 ഡിവൈഡ് ബൈ 4 ആണ് ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ കോസ് സ്ക്വയർ 45 അഗെയിൻ കിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ I0 ഡിവൈഡഡ് ബൈ 8 ഉണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടോ, I0 ഡിവൈഡ് ബൈ 8 ഉണ്ടാകും. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. 0 അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആദ്യത്തെ ആള് പിന്നത്തെ ആള് 45 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്, പിന്നത്തെ ആള് 45 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പം ഈ നടുവിൽ ആളില്ല എന്നുണ്ടെങ്കിൽ, ഈ സി ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് 0 ആയിരിക്കും. കാരണം ഇയാൾ പെർപെൻഡിക്കുലർ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആളിൽ നിന്ന് പാസ് ചെയ്ത് വരുന്ന ആൾ ഇങ്ങനെ ആയിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. തീർച്ചയായിട്ടും ഇതിൻ്റെ പാസിംഗ് ആക്സിസ് എങ്ങനെയാണ്, ഇത് പോകില്ല, 0 ആണ്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒരാളുണ്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ വരുന്ന ആൾക്ക് എന്തുണ്ടെന്ന് വെച്ചാൽ ചെറിയൊരു ചെരിവുണ്ടെങ്കിൽ അതിലൂടെ കുറഞ്ഞ ഭാഗം കടന്നു പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്കിയൊക്കെ കട്ടായി പോകും. അപ്പോൾ ബാക്കി കുറഞ്ഞതാ വരുന്നത്. ആ വരുന്നതിൽ വീണ്ടും എന്തുണ്ടെന്ന് വെച്ചാൽ കുറച്ച് കുറവ് വരാൻ പറ്റും. അപ്പോൾ നടുവിൽ വെച്ചിട്ടാണ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുക. എനിക്ക് ഈ പോളറൈസറിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ട് ഒന്നുകൂടെ കുറച്ച് ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം കൺസെപ്റ്റ് ക്ലിയർ ആകും. പോളറൈസേഷൻ്റെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിരവധി തവണകളായിട്ട് JEEൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയറുകൾ നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ അധികം ക്വസ്റ്റ്യനുകൾ ഈ ടൈപ്പിൽ കാണാനായിട്ട് പറ്റും. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പോളറൈസേഷൻ്റെ ഈ ഒരു കൺസെപ്റ്റ് ചോദിക്കാറുണ്ട്. കാരണം ഇപ്പോൾ ചെയ്തത് 2023 ക്വസ്റ്റ്യൻ തന്നെയാണ്. എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ക്രാക്ക് ചെയ്യണം. ഇവിടെ ചോദ്യം ഇതാണ്. സോ വി ഹാവ് 1 gram ഓഫ് ലിക്വിഡ് ഈസ്
കൺവേർട്ടഡ് ടു വേപ്പർ അറ്റ് 3 × 10⁵ Pascal. പ്രഷർ തന്നിട്ടുണ്ട്. Now if 10% of the heat supplied is used for increasing volume by 1600 cm³ during this phase change, then the increase in internal energy of this process is. അപ്പോൾ ഇന്റേണൽ എനർജി എത്രയെന്നാ ചോദ്യം. വളരെ സിമ്പിൾ ആണ് പരിപാടി. കാരണം ഹീറ്റ് സപ്ലൈ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സപ്ലൈഡ് ഹീറ്റ് എന്തിനൊക്കെ യൂസ് ചെയ്യുക? ΔU + ΔW. ഈ രണ്ട് കാര്യത്തിനല്ലേ, വർക്ക് ചെയ്യാനും ഇന്റേണൽ എനർജി കൂട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ എൻ്റെ വർക്ക് ഡൺ ഒന്ന് കണ്ടു നോക്കുകയാണ്. ബിക്കോസ് മൈ ΔW വിൽ ബി ഈക്വൽ ടു P∆V ആണ്. പി എത്രയാണ്? P is equal to 3 × 10⁵ Pascal ആണ്, ഇൻറ്റു 1600 cm³. അപ്പോൾ 10⁻⁻6 എന്നുണ്ടാകും. 10⁻⁻6. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു 3 × 16 എന്നുണ്ടാകും. അപ്പം 8ഉം 4 48 ഉണ്ടാകും. 48ഉം ബാക്കി ഇവിടെ ഉള്ള 3 ഇവിടെയുള്ള 2 0 എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിൽ ക്യാൻസൽ ചെയ്താൽ -4 ഉണ്ടാകും. ബാക്കി ഇവിടെ 5 ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ഉണ്ടാകും. 480 ജൂൾ എന്ന് കിട്ടും. 480 ജൂൾ. ഇതാണ് എൻ്റെ ടോട്ടൽ വർക്ക് ഡൺ. ഇനി ചോദ്യം എന്താണ്? ഇഫ് ദ 10% of the heat supplied is used for increasing the volume by this one. അതായത് ഈ തന്നിരിക്കുന്ന വോള്യൂം കൂട്ടാൻ വേണ്ടിയിട്ട് മൊത്തം സപ്ലൈ ചെയ്ത ഹീറ്റിന്റെ 10% ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ വർക്ക് ഡൺ 480 എന്ന് പറയുന്നത് എൻ്റെ സപ്ലൈഡ് ഹീറ്റിന്റെ 10%. അപ്പോൾ സപ്ലൈഡ് ഹീറ്റിന്റെ 10% ആണ് ഈ 480 എന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും എൻ്റെ ΔQ? ΔQ വിൽ ബി ഈക്വൽ ടു സപ്ലൈഡ് ഹീറ്റ് വിൽ ബി ഈക്വൽ ടു 4800 ആയിരിക്കൂലേ? 4800 10% അല്ലേ 480? സി അപ്പോൾ ΔQ എത്രയാണ്? ΔQ ഇസ് ഈക്വൽ ടു 4800 ആണ്. അപ്പോൾ 10% വോള്യത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്റേണൽ എനർജിക്ക് എത്രയായിരിക്കും? ΔU വിൽ ബി ഈക്വൽ ടു 90% ഓഫ് ദി ΔQ ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 0.9 × 4800 എന്നുണ്ടാകും. കാരണം 90% എന്ന് വെച്ചാൽ 0.9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 480 × 9 എന്നുണ്ടാകും. സോ എൻ്റെ 8 × 9 എത്ര വരും? 72 വരും. സോ 2 അവിടെ ഉണ്ട്, ബാക്കി 7 ഇട്ടു. ദെൻ എൻ്റെ 4 × 9 36 വരും. 36ഉം പിന്നെ അതേപോലെ തന്നെ 7ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 43 എന്ന് വരും. സോ 4320 ജൂൾ ആയിരിക്കും എൻ്റെ ΔU. 4320 ജൂൾ എന്ന് വെച്ചാൽ ഓപ്ഷൻ 1 ഇസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയിട്ടുണ്ടോടാ? യെസ്, 4320. സായിക്കും ആദിത്യക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. സിമ്പിളാണ്. അപ്പം പരിപാടി കിട്ടുന്നുണ്ട് ചോദ്യങ്ങൾ. എനിവേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ തെർമോഡൈനാമിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ ദ കാർനോട്ട് എഞ്ചിൻ വിത്ത് എഫിഷ്യൻസി 50% take heat from a source at 600 Kelvin in order to increase the efficiency to 70%, keeping the temperature of the sink is same, the new temperature of the source will be. അപ്പോൾ നിങ്ങൾക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 - നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബേസിക്കലി ഇറ്റ് വിൽ ബി ദ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള സോഴ്സിൻ്റെയും സിങ്കിൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എഫിഷ്യൻസി കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? എഫിഷ്യൻസി, നിങ്ങളുടെ കയ്യിൽ ഒരു സോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് വെച്ചാൽ മറ്റൊരു സിങ്ക് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പറയും നിങ്ങളെ സിങ്ക് ഇവിടെ ടെമ്പറേച്ചർ മാറ്റിയിട്ടില്ല, അതെപ്പോഴും എത്ര തന്നെയാണ്, എനിക്കറിയില്ല എത്രയാണെന്നുള്ളത്. സോ ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് എ T2 ആൻഡ് മൈ T1 ഇസ് ഈക്വൽ ടു 600 Kelvin ആണ് ഇനീഷ്യലി. പുതിയതാണ് നമുക്ക് കാണേണ്ടത്, എത്രയെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും എൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ മൈ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു 1 - T2 / T1 ആണ്. ഇത് നമ്മൾ പഠിച്ചതാണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി ഉള്ള എഫിഷ്യൻസി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു 50% എന്ന് വെച്ചാൽ 1/2 ആണ്. 1/2 ഇസ് ഈക്വൽ ടു 1 - T2 എത്രയാണെന്നുള്ളത് അറിയില്ല / T1. സോ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയുടെ കിട്ടുക? ദിസ് വിൽ ബി ഈക്വൽ ടു T2 / T1 ഇസ് ഈക്വൽ ടു 1 - 1/2 1/2 വരും. T2 അറിയില്ല, T1 എത്രയാണ്? 600 Kelvin ആണ്. T1 ഇസ് ഈക്വൽ ടു 600 Kelvin ആണ്. സോ മൈ T2 വിൽ ബി ഈക്വൽ ടു 1/2 × 600 Kelvin എന്ന് കിട്ടും.
ദാറ്റ്സ് ഈക്വൽ ടു 300 കെൽവിൻ എന്ന് കിട്ടും. അപ്പോൾ T2 എനിക്കിപ്പോൾ കിട്ടി 300 കെൽവിനാണ്. ഇനി പുതിയ എഫിഷ്യൻസി എത്ര ആക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? പുതിയ എഫിഷ്യൻസി എന്ന് പറയുന്നത് ദ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 70%, 70% ആക്കണം. അപ്പോൾ 70% ആക്കുക എന്ന് വെച്ചാൽ എന്തായിരിക്കും? 70% വിൽ ബി ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 10 അല്ലേ വരിക? 70% എന്ന് വെച്ചാൽ 0.7 ആണ് 70%. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 ഡിവൈഡ് ബൈ T1. ഇവിടെ T2 എത്രയാണ്? ഇവിടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് ദ സിങ്ക് ഈസ് ദ സെയിം. സിങ്കിന്റെ ടെമ്പറേച്ചർ നമ്മൾ മാറ്റുന്നില്ല. അപ്പോൾ സിങ്കിന്റെ ടെമ്പറേച്ചർ എത്ര തന്നെയാണ്? T2 തന്നെയാണ്. T2 എന്ന് വെച്ചാൽ 300 ആണ്. 300 ഡിവൈഡ് ബൈ T പുതിയ ടെമ്പറേച്ചർ ആണ് എന്ന് വെച്ചാൽ 300 ഡിവൈഡഡ് ബൈ T വിൽ ബി ഈക്വൽ ടു 1 മൈനസ് 7/10 എന്നുണ്ടാകും. ദിസ് വിൽ ബി ഈക്വൽ ടു 3/10 എന്നുണ്ടാകും. 300 ഡിവൈഡ് ബൈ T. അപ്പോൾ T എന്ത് കിട്ടി? വെരി ഈസി ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ 1000 കെൽവിൻ. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ദാറ്റ്സ് ഈക്വൽ ടു 1000 കെൽവിൻ. യെസ്, കിട്ടിയിട്ടുണ്ട്. 360 കെൽവിൻ അല്ലല്ലോടാ. 360 കെൽവിൻ എങ്ങനെ കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ എവിടോ ഒന്ന് തെറ്റിച്ചിട്ടുണ്ടാകും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1000 കെൽവിൻ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. ക്ലിയർ ആക്കണം. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എഫിഷ്യൻസിയുടെ ഫോർമുല ഈക്വറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നതാണ്. ഈ JEEയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. ചിലപ്പം സിങ്കിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ടാകും. അല്ല എന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി ഇത്ര ആവാൻ എത്രയെന്ന് ചോദിക്കുന്നുണ്ടാകും. എഫിഷ്യൻസി ഇത്രയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് ചോദിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇക്വേഷനാണ് എഫിഷ്യൻസി. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് കാർനോട്ട് എഞ്ചിൻ്റെതാണ് പഠിച്ചിട്ടുള്ളത്. ഇതേപോലെ റെഫ്രിജറേറ്ററും കൂടെ ഓർത്തിരിക്കുക. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് അതും കൂടെ ഓർത്തിരിക്കുക. അതിലെ പ്രോബ്ലംസും കൂടെ എന്ത് ചെയ്യാറുണ്ട്? ചില സമയങ്ങളിലായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിവേ ഇതൊരു അടിപൊളി ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ വി ഹാവ് എ യൂണിഫോം സോളിഡ് സിലിണ്ടർ വിത്ത് റേഡിയസ് R ആൻഡ് ലെങ്ത് L ഹാസ് ദ മൊമെന്റം ഓഫ് ഇനേഷ്യ L1. മൊമെന്റം ഓഫ് ഇനേഷ്യ എനിക്ക് തന്നിട്ടുണ്ട് L1 ആണ്. About the axis of the cylinder A. Now, a concentric solid cylinder of radius R/2 and the length L/2 is scanned out the original cylinder. If L2 is the moment of inertia of the curved outer portion of the cylinder, then I1/I2. അപ്പോൾ രണ്ട് സിറ്റുവേഷനിലായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വളരെ ഈസി ആയിട്ട് ഇതിനെ ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു സിനാരിയോ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് നോക്കാം. ഒരു യൂണിഫോം സോളിഡ് സിലിണ്ടർ ഉണ്ട് വിത്ത് റേഡിയസ് R ആൻഡ് L. ഹാവ് മൊമെന്റ് ഓഫ് ഇനേഷ്യ I1 അബൌട്ട് ആൻഡ് ദ ആക്സിസ് ഓഫ് ദ സിലിണ്ടർ. അപ്പോൾ ആ ഒരു കേസ് ഞാനിവിടെ വരച്ചുതരാം. സോ ഇവിടെ എൻ്റെ കയ്യിൽ ഒരു സിലിണ്ടർ ഉണ്ട്. സോ ദിസ് ഈസ് ദ സിലിണ്ടർ, റൈറ്റ്? സോ ദിസ് ഈസ് ദ സിലിണ്ടർ ആൻഡ് ഹാവിങ് സം മൊമെന്റ് ഓഫ് ഇനേഷ്യ. എത്രയോ എൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ട്. ക്ലിയർ? ഇതാണ് എൻ്റെ സിലിണ്ടർ. ഹാവ് സം റേഡിയസ് R ആൻഡ് ലെങ്ത് L. ലെങ്ത് L ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അതേപോലെ എൻ്റെ റേഡിയസ് എത്ര ആയിട്ട് എടുക്കുകയാണ് ഞാൻ? റേഡിയസ് ഇസ് ഈക്വൽ ടു R. ഓക്കെ, നോ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ ഇതൊരു സിലിണ്ടർ ആണ്. എബൌട്ട് ദ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതാണ് സിലിണ്ടറിൻ്റെ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയിട്ടുള്ള I1 എത്ര ആയിരിക്കും? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സിലിണ്ടർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എബൌട്ട് ദ ആക്സിസ് ദാറ്റ്സ് ഈക്വൽ ടു mr²/2 ആണ്. സോ m1r² ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. Now what about my I2? I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ മൊമെന്റ് ഓഫ് ഇനേഷ്യയാണ്. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? എ കോൺസെൻട്രിക് സോളിഡ് സിലിണ്ടർ ഓഫ് റേഡിയസ് R' which is equal to R/2 and length L/2 is scaled out of the original cylinder. അതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. If I2 is the moment of inertia of the curved out portion of the cylinder. പുതിയ ആളിതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇനീഷ്യലി ഇതിൻ്റെ മാസം എനിക്കറിയാം. ഇതിൻ്റെ ടോട്ടൽ മാസം M ആണ്. അപ്പോൾ ഞാൻ M1 എടുത്തു. ഇനി രണ്ടാമത് കർവ് ചെയ്ത് എടുത്ത ആളെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എനിക്ക് കാണണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? അതിൻ്റെ ബാക്കി, അതായത് അതിൻ്റെ റേഡിയസ് ഇതേപോലത്തെ ഒരു സിലിണ്ടർ തന്നെയായിരിക്കും അത്. അതിൻ്റെ റേഡിയസ് എത്രയാണ്? R/2 ആണ്. സോ ദിസ് ഈസ് R/2 ആൻഡ് ദ ലെങ്ത് എത്രയാണ്? L/2 ആണ്. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ഈക്വൽ ടു, മാസ് എനിക്കറിയില്ല, ഇതിൻ്റെ മാസ് ഞാൻ M1 ആയിട്ട് എടുത്തു. അതേപോലെ ഇതിൻ്റെ മാസം ഞാൻ M2 ആയിട്ട് എടുക്കുകയാണ്. സോ M2 ഇൻറ്റു R/2 ദ ഹോൾ സ്ക്വയർ. R/2 ദ ഹോൾ സ്ക്വയർ
divided by 2. ഇതാണ് എൻ്റെ പുതിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ. Now you just have to find the I1 by I2. I1 by I2 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ m2 r² ഡിവൈഡഡ് ബൈ 8 എന്നുണ്ടാകും. ഇത് m1 r² ഡിവൈഡ് ബൈ 2 എന്നുണ്ടാകും. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മൈ I1 ഡിവൈഡ് ബൈ I2? വി ഹാവ് ടു ഫൈൻഡ് ദ I1 divided by I2. So I1 divided by I2 will be equal to I1 എത്ര m1 r² divided by m1 r² divided by 2 ആണ്. Now this is divided by m2 r² divided by 8 ആണ്. So this will be equal to 4 into m1 divided by m2 എന്നുണ്ടാകും. Now what is my m1 divided by m2? ഇതിൻ്റെ ഡെൻസിറ്റി, ലീനിയർ ഡെൻസിറ്റി നിങ്ങൾ എത്രയെന്ന് എടുത്തോ, ഈ രണ്ടാളും ഒരേ ഇതിൽ നിന്ന് മുറിച്ചു മാറ്റിയതാ. അപ്പം രണ്ടാളുകളെയും ഡെൻസിറ്റി, മാസ് ഡെൻസിറ്റി ഞാൻ എത്ര ആയിട്ട് എടുക്കുകയാണ്? റോ ആയിട്ട് എടുക്കുകയാണ്. എന്ന് വെച്ചാൽ മാസ് ബൈ വോള്യം. അപ്പോൾ ആദ്യത്തെ ആളെ m1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? സോ ദിസ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു m1 എന്ന് പറയുന്നത് റോ ഇൻറ്റു ഡെൻസിറ്റി. അത് എത്ര വരിക? πr² L ആണ് വോള്യം വരിക. സോ πr² L ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു അടുത്ത ആള്. സോ അത് എത്ര വരും? സോ ദാറ്റ്സ് ഈക്വൽ ടു πr/2 ദ ഹോൾ സ്ക്വയർ. എന്ന് വെച്ചാൽ r² ഡിവൈഡ് ബൈ 4 വരും. r² ഡിവൈഡ് ബൈ 4 ഇൻറ്റു L/2 ഉണ്ടാകും. റൈറ്റ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു റോ ഇൻറ്റു πr² L റോ ഇൻറ്റു πr² L ക്യാൻസൽ ചെയ്തു പോയി. ബാക്കി അവിടെ ഉണ്ടാകുന്നത് എത്ര ആയിരിക്കും? 4 ഇൻറ്റു 4 ഇൻറ്റു 2 എന്ന് വെച്ചാൽ ഇത് എത്ര വരും? ഡിവൈഡ് ബൈ 1. ദിസ് ഈസ് ഈക്വൽ ടു 32 വരും അല്ലെ? 16 ഇൻറ്റു 2 32 വരും. എന്ന് വെച്ചാൽ ദ ആൻസർ വിൽ ബി ഈസ് ഈക്വൽ ടു 32. ക്ലിയർ ആയിട്ടുണ്ടോടാ? യെസ്, 32:1. യെസ്, കിട്ടിയിട്ടുണ്ട്. ഏരിയ എക്സും ലെങ്ത്, ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റി ആക്കിയിട്ട് എഴുതേണ്ടി വരൂലേ? ഏരിയ, അതായത് യെസ് അങ്ങനെ തന്നെ എഴുതണം. m1 m2യുടെയും ടേമിലേക്ക് നമുക്ക് കാണണം. കാരണം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിൽ പക്ക ആൻസർ ന്യൂമറിക്കൽ ആയിരിക്കും. ഇവിടെ m1 m2 ഈക്വൽ അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുവെച്ച ആൻസർ ഇത് ഫുൾ ആയിട്ടില്ലായിരുന്നു, പകുതിയേ ആയിട്ടുള്ളൂ. 4 ഇൻറ്റു m1 ബൈ m2. അപ്പോൾ m1 ബൈ m2ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു. ഓക്കെ ആണല്ലോ? ഈസിയാണ്, സിമ്പിളാണ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. So here is the next question. Another scoring ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. A body of mass 200 gram is tied to a spring of spring constant 12.5 Newton per meter, while the other end of the spring is fixed at the point O. If the body move about O in a circular path on smooth horizontal surface with constant angular speed 5 rad per second, the ratio of the extension in the spring to its natural length will be. അപ്പോൾ എക്സ്റ്റൻഷൻ ടു നാച്ചുറൽ ലെങ്ത് ആ ചോദ്യം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായ ക്വസ്റ്റ്യൻ. നമ്മൾ സാധാരണ ഒരു കയർ കെട്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു മാസം ഇങ്ങനെ കറക്കുന്നതിന് പകരം ഇവിടെ അതിന് പകരം ആരെ യൂസ് ചെയ്തിട്ടുള്ളത്? എൻ്റെ സ്പ്രിങ് യൂസ് ചെയ്തു. ദാറ്റ്സ് ഓൾ. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കാം, എൻ്റെ കയ്യിൽ ഞാൻ ഈ ഫിഗർ വേണമെങ്കിൽ ഒന്ന് വരച്ചു തരാം. ബോഡി ഓഫ് മാസ് 200 kg ഈസ് ടൈഡ് ഇൻ എ സ്പ്രിങ് ഓഫ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് 12.5 ന്യൂട്ടൺ. എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ മാസ് m. നൗ ഇതിവിടെ ടൈ ചെയ്തിട്ടുണ്ട്. റൈറ്റ്. നൗ ദ സ്പ്രിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിക്സ്ഡ് പോയിന്റ് O. ഇതാണ് ആ ഫിക്സ്ഡ് പോയിന്റ്. റൈറ്റ്. ഇനി എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് സം ആംഗുലാർ സ്പീഡ് ഒമേഗ which is equal to 5 rad per second. Then the ratio of the extension of the spring to the natural length. Now I am just taking the natural length is equal to L0. So my natural length which is equal to L0 ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അതേപോലെ തന്നെ എൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഞാൻ എത്ര എടുക്കുകയാണ്? മൈ എക്സ്റ്റൻഷൻ ഇസ് ഈക്വൽ ടു x ആയിട്ട് എടുക്കുകയാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ എനിക്ക് എങ്ങനെയാണ് ഇതിനെ കൺസേർവ് ചെയ്തിട്ട് എഴുതാനായിട്ട് പറ്റുക, എങ്ങനെയാണ് ഇതിലെ ആൻസറിലേക്ക് എനിക്ക് എത്തിക്കാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എഴുതണം. ബേസിക്കലി ഇവിടെ കൺസേർവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇക്വേഷൻ എഴുതണം. അപ്പോൾ ഒരു കാര്യം ഞാൻ ആലോചിക്കുകയാണ്. ഒന്ന്, എൻ്റെ കയ്യിൽ ഈ ഒരു സ്പ്രിങ് ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കുണ്ടാകുന്ന എൻ്റെ എക്സ്റ്റൻഷന് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? F will be equal to kx ആയിരിക്കും. സോ മൈ kx മസ്റ്റ് ബി ഈക്വൽ ടു ഫോഴ്സ് ആണ്. ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് തിരിയാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ആരാ കൊടുക്കുക? എം ഒമേഗ സ്ക്വയർ ആർ ആയിരിക്കും അല്ലേ?
സെൻട്രിപ്പെറ്റൽ ഫോഴ്സാണ്. അപ്പോൾ എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു ആറ്. അപ്പോൾ ആറ് എത്ര വരിക? ഈ ഇനീഷ്യലി ഇതെന്താണ്, ഇത് നാച്ചുറൽ ലെങ്ത്തിൽ മാത്രമാണ്. സാധാരണ ഒരു റേഡിയസ് കറങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആറാണ്. പക്ഷെ ഇവിടെ എന്താ, ഇവിടെ സ്പ്രിങ് ഇങ്ങനെ കറക്കുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും ഈ സ്പ്രിങ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നാച്ചുറൽ ലെങ്ത് L0 ആണ്, എക്സ്റ്റെൻഡ് ചെയ്തത് X ആണെന്നുണ്ടെങ്കിൽ ഇത് ടോട്ടൽ കറങ്ങുന്ന റേഡിയസ് എത്ര ആയിരിക്കും? L0 പ്ലസ് X ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ഇൻറ്റു L0 പ്ലസ് എക്സ് എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു കെ എക്സ്. കെ എത്രയാടാ? കെ തന്നിട്ടുണ്ട് 12.5 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എം എത്രയാണ്? ദിസ് ഈസ് 200 ഗ്രാം. സോ 200 ഗ്രാം ആണ് എൻ്റെ മാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ 200 ഇൻറ്റു 10⁻³ ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഒമേഗ എത്രയാണ്? ഒമേഗ 5 റാഡ് പെർ സെക്കൻഡ് ആണ്. എന്ന് വെച്ചാൽ സ്ക്വയർ ചെയ്താൽ എത്ര ഉണ്ടാകും? 25 ഉണ്ടാകും, റൈറ്റ്? സോ ദിസ് ഈസ് ഈക്വൽ ടു 25 ഉണ്ടാകും. എം ഒമേഗ സ്ക്വയർ ആയി. ഇനി L0 പ്ലസ് എക്സ് എന്നുണ്ടാകും. L0 പ്ലസ് എക്സ്. നൗ ദിസ് ഈസ് ഈക്വൽ ടു, എനിക്ക് കാണേണ്ടത് എന്താണ്? എൻ്റെ ഇക്വേഷനിലെ എക്സ് ആണ് എനിക്ക് കണ്ടെത്തേണ്ടത്. സോ ഇതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12.5 എന്ന് വെച്ചാൽ എന്താ? 25 ഡിവൈഡഡ് ബൈ 2 ആണ്. സോ 25 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 200 ഇൻറ്റു 10⁻³ ആ 10⁻³ എന്ന് ഞാൻ ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്തത് എത്ര വരിക? 0.2 എന്ന് വരും അല്ലേ? 0.2 രണ്ടെണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കിയൊന്ന് 0.2 ഇൻറ്റു 25 ഇൻറ്റു L0 പ്ലസ് എക്സ് എന്ന് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ 25ഉം 25ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി ഉണ്ടാക്കുന്നത് x/2 ഈക്വൽ ടു 0.2 L0 പ്ലസ് 0.2 എക്സ് എന്നുണ്ടാകും. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ 0.2 L0 വിൽ ബി ഈക്വൽ ടു x/2. x/2 എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 0.5 ആയിരിക്കും. സോ 0.5 മൈനസ് 0.2 എക്സ് എന്നുണ്ടാകും, റൈറ്റ്? എന്ന് വെച്ചാൽ എൻ്റെ 0.2 L0 ഇസ് ഈക്വൽ ടു 0.2 L0 ഇസ് ഈക്വൽ ടു ഇവിടെ എത്ര വരും? 0.3 ഇൻറ്റു എക്സ് എന്നുണ്ടാകും. 0.3 ഇൻറ്റു എക്സ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ എക്സ്റ്റെൻഷൻ ടു ഇറ്റ്സ് നാച്ചുറൽ ലെങ്ത്. എന്ന് വെച്ചാൽ എക്സ് ഡിവൈഡഡ് ബൈ L0 ആണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2/3. സിമ്പിൾ. 2/3. ക്ലിയർ ആയിട്ടുണ്ടോടാ? ഈസിയാണ്. സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് Fx പ്ലസ് FL ഇസ് ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് Fx പ്ലസ് F ഇൻറ്റു L എന്ന് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? അതായത് ഞാനിവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എടുത്തത് വളരെ സിമ്പിളാണ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷനാണ് ഞാൻ അവിടെ ആദ്യം ഇവിടെ എഴുതിയത്. ദിസ് ഈസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആർ. അപ്പോൾ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടെ കൊടുക്കുന്ന സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളത്. ദാറ്റ്സ് ഈക്വൽ ടു KX. ഇനി ഇവിടെ ആർ എന്താ വരിക? ആർ എന്ന് പറയുന്നത് എൻ്റെ ടോട്ടൽ ലെങ്ത് ആണ്. അതായത് ഇനീഷ്യലി ഉള്ള നാച്ചുറൽ ലെങ്ത്തും പിന്നെ എക്സ്റ്റൻഷൻ്റെ ലെങ്ത്തും. അതല്ലേ ടോട്ടൽ റേഡിയസ് ഉണ്ടാവുക കറങ്ങുന്ന സമയത്ത്. പക്ക ആണല്ലോ? ഈസി ആണല്ലോ? അപ്പം പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. നല്ല കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ദിസ് ഈസ് റിയലി നൈസ് ക്വസ്റ്റ്യൻ. അപ്പോൾ അധികമൊന്നുമില്ല, ഈ ഒരു ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾ ഫിസിക്സിലെ ഇപ്പം എല്ലാ ചോദ്യങ്ങളും ചെയ്തപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ എഴുതുക എന്നുള്ളത് മാത്രമേ അതിൽ ഫിസിക്സ് ഉള്ളൂ. ഇപ്പം ഈ ക്വസ്റ്റ്യൻ എടുത്താലും അതിന് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ എടുത്താലും ഒക്കെ അത് മാത്രമേ ഫിസിക്സ് ഉള്ളൂ. ബാക്കി സിമ്പിൾ മാത്തമാറ്റിക്സാണ്. അപ്പോൾ നിങ്ങൾ അത് ഫോക്കസ് ചെയ്ത് പഠിച്ചു പോയാൽ തീർച്ചയായിട്ടും ഫിസിക്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. യെസ്, കുറേ പേർക്ക് 2/3 ആൻസർ കിട്ടിയിട്ടുണ്ട്. റിയലി നൈസ്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. The general displacement of simple harmonic oscillator is given by x is equal to a sin omega t. Let t be the initial time period. The slope of its potential energy time curve will be maximum when t is equal to t by beta. Value of the beta will be equal to. അപ്പോൾ ചോദ്യം ഇവിടെ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് സ്ലോപ്പ് ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി ടൈം കർവ് കാണണം. എന്ന് വെച്ചാൽ du ഡിവൈഡഡ് ബൈ dt മാക്സിമം ആകുന്ന കേസാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ്? അപ്പോൾ du ഡിവൈഡ് ബൈ dt മാക്സിമം ആകുന്നത് എപ്പോഴാണ് എന്നുള്ള എക്സ്പ്രഷൻ കാണണം. അതാണ് എവിടെ പറഞ്ഞിട്ടുള്ളത്. ദ മാക്സിമം വിൽ ബി വെൻ t ഈക്വൽ ടു t ബൈ ബീറ്റ.
ആ സമയം ടി ആണ് എനിക്ക് കണ്ടെത്തേണ്ടത്, T/BT എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്നും അറിയില്ല, ബ്ലാങ്ക് ആയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചതിന് മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇനി എങ്ങനെയാണ് നിങ്ങളൊരു ഫിസിക്സ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ സോൾവ് ചെയ്യേണ്ടത്? ഒരു കാര്യം നോക്കിക്കേ, ഇവിടെ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം, പൊസിഷൻ എനിക്ക് തന്നിട്ടുണ്ട് x = sin ωt. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയും പിന്നെ അതേപോലെ തന്നെ ടൈമുള്ള കർവാണ് എന്ന് വെച്ചാൽ du/dt ആണ് കാണേണ്ടത്. അപ്പോൾ യുടെ എക്സ്പ്രഷൻ അറിയണം. യുടെ എക്സ്പ്രഷൻ എന്താ? എൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ½kx² ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വരും? ദിസ് വിൽ ബി ഈക്വൽ ടു ½ × k × x ഇവിടെ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. എനിക്ക് കാണേണ്ടത് du/dt അല്ലേ? സോ u is equal to ½ kx² ആണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി മൈ du/dt? du/dt ഡയറക്റ്റ്, അപ്പം ഞാൻ du/dx into dx/dt എന്ന് എടുക്കുക. അങ്ങനെ ഇതാ കുഴപ്പമില്ല. സോ വാട്ട് വിൽ ബി മൈ du/dx? du/dx എന്തായിരിക്കും? ഒന്ന് നോക്കിക്കേ. സോ മൈ du/dx is equal to du/dt will be equal to du/dx ½ × k × x² ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x കിട്ടും. ഇൻറ്റു dx/dt ഇങ്ങനെ ചെയ്താലോ? നോ പ്രോബ്ലം. ഇൻറ്റു dx/dt. സോ ദിസ് വിൽ ബി ഈക്വൽ ടു k into x into dx/dt. സോ ദിസ് വിൽ ബി ഈക്വൽ ടു k into x എത്രയാണ്? a sin ωt ആണ്. സോ a sin ωt. അങ്ങനെയാണെങ്കിൽ എൻ്റെ dx/dt എന്തായിരിക്കും? dx/dt വിൽ ബി ഈക്വൽ ടു a omega cos ωt ആയിരിക്കും. അപ്പോൾ ഇതെന്താകും? a² ഉണ്ടാകും. ഇവിടെ ഒരു ഒമേഗ വരും. സോ a² omega into sin ωt cos ωt എന്ന് വരും. ക്ലിയർ ആയിട്ടുണ്ടോ? a² into sin ωt cos ωt എന്ന് വരും. അപ്പോൾ ഇതാണ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ എന്ത്, എൻ്റെ കയ്യിലുള്ളതിൻ്റെ du/dt. ഇപ്പോൾ du/dt is equal to k into a² omega into sin ωt cos ωt എന്ന് കിട്ടി അല്ലേ? ഇനി നോക്കിക്കേ, ഇത് എപ്പോഴാണ് മാക്സിമം ആകുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്? ദിസ് ഈസ് മാക്സിമ വെൻ മൈ t is equal to T/β. അപ്പോൾ T/β ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എനിവേ എനിക്ക് ഇതിനെ ഒന്നുകൂടെ ഞാൻ മാറ്റി എഴുതാനായിട്ട് പറ്റും. ദിസ് വിൽ ബി ഈക്വൽ ടു സൈൻ a cos a, അതല്ലെങ്കിൽ sin θ cos θ എന്ത് എഴുതാനായിട്ട് പറ്റും? sin 2θ/2 ആ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ka² omega into ka² omega into sin θ cos θ എങ്ങനെ എഴുതാം? sin 2θ/2 sin 2ωt divided by 2 എന്ന് എഴുതാനായിട്ട് പറ്റും. സോ ദിസ് വിൽ ബി മാക്സിമ വെൻ മൈ du/dt is equal to മാക്സിമ. എപ്പോഴാണ്? ഒറ്റ കണ്ടീഷനെ പറഞ്ഞിട്ടുള്ളൂ മാക്സിമം ആവുന്നത്. t equal to T/β യിലാണ്. സോ നോക്കിക്കേ, ഈ ഒരു സാധനം മാക്സിമം ആവണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ മാക്സിമം വാല്യൂ എത്ര ആയിരിക്കും? ka² ആയിരിക്കും. എന്ന് വെച്ചാൽ 2ωt എന്തായിരിക്കണം? മാക്സിമം ആകുന്ന സമയത്തല്ലേ ഇത് മാക്സിമം ആവുക. കാരണം സൈൻ ഇതെത്ര കിട്ടണം? ഈ 2ωt എന്ന് പറയുന്ന സാധനം സൈൻ ആണ്. സൈൻ്റെ വാല്യൂ മാക്സിമം എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2ωt ഈക്വൽ ടു π/2 ആകുന്ന സമയത്താണ് ഇതെന്താകുന്നത്? മാക്സിമം ആകുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താനായിട്ട് പറ്റും? ദിസ് ഇംപ്ലൈസ് ദാറ്റ് മൈ 2ωt ഈക്വൽ ടു ഇതിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ടി എത്ര ആയിരിക്കും? ടി വിൽ ബി ഈക്വൽ ടു π/4 ഇൻറ്റു ഒമേഗ എന്ന് കിട്ടും അല്ലെ? ടി ഇസ് ഈക്വൽ ടു π/4 / ഒമേഗ എന്നുണ്ടാകും. ഒമേഗ എത്രയാണ്? 2π/t ആണ്. സോ അങ്ങനെയാണെങ്കിൽ π ക്യാൻസൽ ചെയ്ത് പോയി. സോ ബാക്കി ഉണ്ടാകുന്നത് എത്രയായിരിക്കും? ടി ഈക്വൽ ടു T/8 എന്നായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ എത്ര ഇവിടെ തന്നിട്ടുള്ളത്? ദിസ് ഈസ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ T/8 ഇസ് ഈക്വൽ ടു T/β എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബീറ്റ എത്ര ആയിരിക്കും? അപ്പം ബീറ്റ ഈക്വൽ ടു 8 ആയിരിക്കും. കിട്ടിയിട്ടുണ്ടോ? ബീറ്റ ഇസ് ഈക്വൽ ടു 8 കിട്ടിയിട്ടുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സോ ഗായ്സ്, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇത് പേപ്പർ പ്രിഡിക്ഷൻ ആണ്. പേപ്പർ പ്രിഡിക്ഷനിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുക. കൂടുതൽ ഡീപ്പായിട്ടുള്ള തിയറിയിലേക്ക് പോകുന്നില്ല. പക്ഷേ ഓരോ ക്വസ്റ്റ്യൻ്റെയും എനിക്ക് തോന്നുന്നത് നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ബേസിസിലുള്ള തിയറി പക്ക പറഞ്ഞു പോകുന്നുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. സോ ഹിയർ വി ഹാവ് ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ execute simple harmonic motion vary with displacement as
4v square is equal to 50 minus x square. The time period of the oscillation is x by 7 second. The value of the v is very direct question. പക്ഷേ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾ ഒന്ന് കഷ്ടപ്പെടും. കാരണം ഇവിടെ തന്നിട്ടുണ്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റിലേഷൻ ആണ്. വി എന്ന് വെച്ചാൽ വെലോസിറ്റിയാണ്. അപ്പോൾ 4v square is equal to 50 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മൈ v is equal to 1/2 ഇൻറ്റു റൂട്ട് 50 മൈനസ് എക്സ് സ്ക്വയർ. ഈ എക്സ്പ്രഷൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയം ഉണ്ടാവും? ഉണ്ടല്ലോ. നിങ്ങൾ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടാകും, കണ്ടതായിരിക്കും. v is equal to ഒമേഗ ഇൻറ്റു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ ഇതിൻ്റെ മുന്നേ പഠിച്ച് വെച്ചതായിരിക്കും. നിങ്ങളെ വെലോസിറ്റിയുടെ പിന്നെ അതേപോലെ തന്നെ ഒമേഗയും എക്സും ഒക്കെ റിലേറ്റ് ചെയ്യുന്ന ഈ ഇക്വേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിന് എനിക്ക് എന്ത് കിട്ടും? മൈ ഒമേഗ വിൽ ബി ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. സോ മൈ ഒമേഗ വിൽ ബി ഈക്വൽ ടു 1/2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി എന്തായിരിക്കും? എന്നോട് ചോദിച്ചിട്ടുള്ളത് വി ഹാവ് ടു ഫൈൻഡ് ദ ടൈം പീരിയഡ്. അപ്പോൾ ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാണ്. ബിക്കോസ് മൈ ഒമേഗ ഈക്വൽ ടു 1/2. ഒമേഗ എന്ന് പറയുന്നത് എന്താ? 2π/t ആണ്. സോ മൈ 2π/t ഈസ് ഈക്വൽ ടു എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 1/2 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓഫ് കോഴ്സ് വി ഹാവ് ടു ഫൈൻഡ് ദ ടൈം പീരിയഡ് t. സോ t ഈസ് ഈക്വൽ ടു എത്ര വരും? 4π എന്ന് വരും. സോ ഇവിടെ പൈ വാല്യൂ ഈസ് ഈക്വൽ ടു 22/7 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 ഇൻറ്റു 22 ഡിവൈഡ് ബൈ 7 എന്നായിരിക്കും. എന്ന് വെച്ചാൽ 88/7 എന്ന് വരും t. ഇവിടെ ടൈം പീരിയഡ് x/7. അപ്പോൾ എക്സാ ചോദിച്ചിട്ടുള്ളത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 88. 88 എൻ്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? 88, 44 അല്ല, 88. സായി എവിടെയോ ചെറുതായിട്ടൊന്ന് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടോ? 88 അബ്ദുവിന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഈസി ക്വസ്റ്റ്യൻ ആണ്. യെസ് 88 കറക്റ്റ്. ഓക്കെ, സോ ഫൈൻ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹിയർ ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ദ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബ്ലോക്ക് എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് 25 ജൂൾ. മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എ സ്ക്വയർ ആണ് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി. പഠിച്ചതാ. അപ്പോൾ ഹാഫ് കെ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുള്ളത്? 25 ജൂളാണ് തരുന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഓസിലേഷൻ അറ്റ് a/2 കൈനറ്റിക് എനർജി ഓഫ് ദ ബ്ലോക്ക് ഈസ്. അപ്പോൾ കൈനറ്റിക് എനർജിയാണ് നമ്മളോട് അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ ഗിവൺ ദാറ്റ് u maximum is equal to my potential energy which is equal to half into k a square ആണ്. that's equal to 25 എന്നാണ് തന്നത്. or you can also say that half into m omega square a square is equal to 25 ജൂൾ എന്നുണ്ട്. ഇനി നോക്കിക്കേ, ഇനി അടുത്തതായിട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ എ ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഓസിലേഷൻ അറ്റ് a/2 ദ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ. ഇത് കുറേ മെത്തേഡിൽ ചെയ്യട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ വെലോസിറ്റി കാണാം, എന്നിട്ട് ടോട്ടൽ എനർജി എന്ന് കുറച്ചാൽ മതി. എനിവേ ബൈ കൈനറ്റിക് എനർജി അറ്റ് ദ പോയിന്റ് a/2 വിൽ ബി ഈക്വൽ ടു കൈനറ്റിക് എനർജി അറ്റ് ദ പോയിന്റ് a/2 വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m ഇൻറ്റു വി സ്ക്വയർ. വി സ്ക്വയറിന് പകരം എനിക്ക് എന്ത് ചെയ്യാം? ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എക്സ് എത്ര? എക്സ് ഇസ് ഈക്വൽ ടു a/2 അല്ല. അപ്പം എ സ്ക്വയർ ഡിവൈഡ് ബൈ 4 എന്നുണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ. എത്ര വരിക? ദിസ് വിൽ ബി ഈക്വൽ ടു 3a സ്ക്വയർ ഡിവൈഡ് ബൈ 4 എന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ 3/8 ഇൻറ്റു എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്നുണ്ടാകും. എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എത്രയുടെ വരിക? 50 ആണ്. സോ 3/8 ഇൻറ്റു 50 എന്നുണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 150 ഡിവൈഡ് ബൈ 4 എന്നുണ്ടാകും. സോ ദാറ്റ് 18.75 എന്നുണ്ടാകും. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ക്ലിയർ. 18.75. ഓൾ റൈറ്റ്. കിട്ടിയോ ആൻസർ? ഇല്ലേ? ഡോണ്ട് വറി. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ചിലപ്പോൾ എല്ലാവരും ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാകില്ല. 18.75 ആണ് എനിക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. ഹിയർ ഇസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 100 മീറ്റർ ഓക്കെ, a 100 meter long wire having cross section area 6.25 into 10 to the power minus 4 and Young's modulus is equal to 10 into 10 to the power 10 is subjected to load at 250 Newton.
then the elongation in the wire is equal to direct question. കാരണം യങ്സ് മോഡുലസ് ഇവിടെ തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് എന്താ? എഫ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ആ. വി ഹാവ് ടു ഫൈൻഡ് ഡെൽറ്റ എൽ. സോ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു വൈ ബൈ എൽ എന്നുണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഫോഴ്സ് എത്ര? 250 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു ലെങ്ത് എത്രയാണ്? ലെങ്ത് എന്ന് പറയുന്നത് എൻ്റെ 100 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്ര? 6.25 ഇൻറ്റു 10⁻⁻4 ആ. സോ 6.25 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു ബാക്കിയുള്ളത് എന്താ? യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. 10 ഇൻറ്റു 10⁻10 10 ഇൻറ്റു 10⁻10 ഈസി. 6.25 എന്ന് വെച്ചാൽ എന്താ? 25 ഡിവൈഡ് ബൈ 4 ആണ് വരിക. സോ 25ഉം 25ഉം ക്യാൻസൽ ചെയ്താൽ മുകളിലേക്ക് 4 പോകും. സോ ബാക്കി അവിടെ ഉണ്ടാകുന്നത് 40 ഉണ്ട്. പിന്നെ ബാക്കി എന്തുണ്ടെന്ന് വെച്ചാൽ 10⁻2 ഉണ്ട്, താഴെ 10⁻2 ഉണ്ട്. എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 10⁻4ഉം 10 എന്ന് കഴിഞ്ഞാൽ 10⁻6 കിട്ടും. മുകളിലുള്ള 3 എണ്ണം കൂടെ പോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാക്കുന്നത് 3 ആയിരിക്കും. എന്ന് വെച്ചാൽ 4 ഇൻറ്റു 10⁻³ എന്നുണ്ടാകും. 4 ഇൻറ്റു 10⁻³ സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയോടാ? ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ഈസിയാണ്. ഓക്കെ, യെസ്, 4 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യങ്സ് മോഡുലസിൽ നിന്നുള്ള മറ്റൊരു ടൈപ്പ് ചോദ്യമാണ്. ആസ് ഷോൺ ഇൻ ഫിഗർ ഇൻ ദ എക്സ്പെരിമെന്റ് ടു ഡിറ്റർമൈൻ ദ യങ്സ് മോഡുലസ് ഓഫ് ദ വയർ, the extension load curve is plotted. The curve is straight line passing through the origin and making an angle 45 degree with the load axis. The length of the wire is equal to 62.8 centimeter. Its diameter is equal to 4 millimeter. Young's modulus is found to be x into 10⁻⁴. Then the value of the x is. Again, അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ പ്ലോട്ട് തന്നിട്ടുണ്ട്. പ്ലോട്ട് ഞാൻ വരച്ചു തരാം. ഇതാണ് എൻ്റെ പ്ലോട്ട്. അതായത് ഡെൽറ്റ എല്ലും പിന്നെ അതേപോലെ തന്നെ എഫും തമ്മിലുള്ള ഗ്രാഫാണ് ഇവർ തന്നത്. സോ ഇതാണ് എൻ്റെ എഫ്, ഇതാണ് എൻ്റെ ഡെൽറ്റ എല്ല്. സോ ഇത് എന്താ പറഞ്ഞിട്ടുള്ളത്? ദിസ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ 45 ഡിഗ്രി ആൻഡ് പാസിംഗ് ത്രൂ ദിസ് വൺ. ഇതാണ് തന്നത്. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടി ഇത് 45 ഡിഗ്രിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡെൽറ്റ എല്ലും ഡെൽറ്റ വൈയും സെയിമാ. സോ എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എല്ല്. ഇനി ചോദിച്ചത് എന്താ? യങ്സ് മോഡുലസാണ് ചോദിച്ചത്. യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എന്താ? യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ എന്നുണ്ടാകും. അപ്പോൾ എഫും ഡെൽറ്റ എല്ലും സെയിം ആയതുകൊണ്ട് തന്നെ യങ്സ് മോഡുലസ് വിൽ ബി ഈക്വൽ ടു എൽ ബൈ എ. സോ എൽ എത്രയാണ് തന്നതാണ്? ലെങ്ത് ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ട്? 62 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ 62.8 ഇൻറ്റു 10⁻⁻2 ഡിവൈഡ് ബൈ ഏരിയ. ഏരിയ എത്രയാണ് ഇവിടെ? ദിസ് ഈസ് കർവ് ആൻഡ് ദ ഒറിജിൻ ഒക്കെ തന്നിട്ടുണ്ട്. ലെങ്ത്, ഡയമീറ്റർ തന്നിട്ടുണ്ട്. യെസ്, ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 4 millimeter. അപ്പോൾ എൻ്റെ ഏരിയ എത്ര ആയിരിക്കും? πr² ആയിരിക്കും. സോ ഡയമീറ്റർ അതാണെന്നുണ്ടെങ്കിൽ പൈ ഇൻറ്റു 2 ഇൻറ്റു 10⁻⁻3 ദ ഹോൾ സ്ക്വയർ എന്നുണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 3.14 ആണ്. 62 ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം എന്ത് കിട്ടും വെച്ചാൽ 10ൻ്റെ അടുത്ത് കിട്ടും. 10 ഡിവൈഡ് ബൈ 2 5 കിട്ടും. 5 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 10⁻⁻6 ക്യാൻസൽ ചെയ്താൽ -4 കിട്ടും. സോ മുകളിലേക്ക് പോകുമ്പോൾ 4 ആകും. സോ 5 ഇൻറ്റു 10⁻⁴. ഓക്കെ, 5 ഇൻറ്റു 10⁻⁴. സോ വിച്ച് മീൻസ് ദ വാല്യൂ ഓഫ് ദ എക്സ് ഇസ് ഈക്വൽ ടു 5. സിമ്പിൾ ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 5. ഓക്കെ ആണല്ലോ. അപ്പോൾ കുറേ അധികം ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്തു. എഫ് ഇസ് ഈക്വൽ ടു എക്സ്റ്റൻഷൻ അല്ലേ? അപ്പം യെസ്, എഫ് ഇസ് ഈക്വൽ ടു എക്സ്റ്റൻഷൻ ആണ്. അതാണ് നമുക്ക് കിട്ടിയത്. എഫ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ. അത് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്നതാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ആ വാല്യൂ എന്താണെന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഓൾ റൈറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യനുകളിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡിവിൻ സാർ ഇവിടെ വെയിറ്റിംഗ് ആണ്. എനിവേ മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസുമായിട്ട് അടിപൊളിയാക്കാം. ഇനി ബാക്കിയുള്ള എൻ സീരീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ലൈവുകളിൽ കാണാം. അപ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിൽ ചെയ്തത്. ബട്ട് കമ്പാരറ്റീവ്ലി ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കൺസെപ്റ്റ് ഒന്ന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണമെന്ന് മാത്രം. നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്.
Hi students. So നമുക്ക് മാത്സിന്റെ സെഷനിലേക്ക് കടക്കാം. ഓക്കെ എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. യെസ് ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫിസിക്സിന്റെ സെഷൻ കഴിഞ്ഞു. നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും നല്ല രീതിയിൽ പഠിക്കണം. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ലെസ് ടൈമിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 സബ്ജക്ട്സ് ആണ് ഫിസിക്സും കെമിസ്ട്രിയും. സോ അത് വിട്ടുപോകരുത്, അത് നല്ല രീതിയിൽ പഠിക്കുക. മാത്സിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. ആ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ ക്വസ്റ്റ്യൻസ് എല്ലാം ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, വെറുതെ സമയം ലേറ്റ് ആക്കുന്നില്ല. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if f double dash x equal to minus f of x, f double dash x equal to minus f of x, where f of x is a continuous double differentiable function and g of x equal to f dash of x. If f of x equal to f of x whole square, f of x by 2 whole square plus g of x by 2 whole square and f of 5 equal to 5, then f of 10 equal to. ഫങ്ഷൻസ് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷൻസ് മാത്രമല്ല, ഡിഫറൻഷിയേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേഷൻ അത്യാവശ്യം അറിയാമെങ്കിൽ നിങ്ങൾ നോർമൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ല, അത് ഒരു ടിപ്പിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണണം. ഇതിലൂടെ കടന്നു പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇതുവരെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ റീഡ് ചെയ്തോ? ഓക്കെ ആണല്ലോ? യെസ് എല്ലാവർക്കും ഹായ്. ഓക്കെ നിങ്ങൾ ഹായ് ഇപ്പോഴാണ് എത്തുന്നത്. ഓക്കെ, സോ എഫ് ഡബിൾ ഡാഷ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഒരു കണ്ടിന്യൂസ് ഡബിൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. ജി ഓഫ് എക്സ് എഫ് ഡാഷ് എക്സ് ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് അത് വേറൊരു ഫംഗ്ഷൻ ആണ്, അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ജി ഓഫ് എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. എഫ് ഓഫ് 5ന്റെ വാല്യൂ 5 ആണ്. ദെൻ യു ഹാവ് ടു ഫൈൻഡ് എഫ് ഓഫ് 10. ഓക്കെ, സോ ഇവിടെ തന്നത് എഫ് ഡബിൾ ഡാഷ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ആണ്. ഞാൻ ഇതിനെ ഒന്നും കൂടി ഡെറിവേറ്റീവ് ചെയ്യാണ്. ഓക്കെ, അതിനെ ഡെറിവേറ്റീവ് ചെയ്താൽ ഞാൻ ഗിവൺ കണ്ടീഷൻ ഇവിടെ എഴുതാം. എഫ് ഡബിൾ ഡാഷ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്, അതാണ് ആദ്യത്തെ കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ ജി ഓഫ് എക്സ് ആണ് തന്നത്. ഞാൻ ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ജി ഡബിൾ ഡാഷ് എക്സ് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ജി ഡാഷ് എക്സ് കിട്ടും. ജി ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് എക്സ് വരും. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. എഫ് ഡബിൾ ഡാഷ് എക്സ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. സോ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. സോ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 2 കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ നോക്കാം, നമുക്ക് ചെയ്യാനുള്ളത് ഏതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ്? എഫ് ഓഫ് 10ന്റെ വാല്യൂ ആണ്. എഫ് ഓഫ് 5 ഗിവൺ ആണ്. എഫ് ഓഫ് എക്സ് ഗിവൺ ആണ്. നമുക്കിവിടെ ഡെറിവേറ്റീവ്സ് എല്ലാം ഉണ്ട്. ജി ഡാഷ് എക്സ് ഉണ്ട്, അതേപോലെ എഫ് ഡാഷ് എക്സ് ഉണ്ട്, എഫ് ഡബിൾ ഡാഷ് എക്സ് ഉണ്ട്. സോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് എന്തെങ്കിലും ഒരു ഐഡിയയിലേക്ക് നമ്മൾ എത്തും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഡെറിവേറ്റീവ്സ് ഒക്കെ തന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഇതിനെ നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തോന്നും. ഓക്കെ, സോ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ദാറ്റ്. എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ആണ്, ക്യാപിറ്റൽ എഫ് ആണ്. സോ ക്യാപിറ്റൽ എഫ് ഡാഷ് എക്സ്, ഓക്കെ, ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. 2 ടൈംസ് എഫ് ഓഫ് എക്സ് ബൈ 2 കിട്ടും. 2 ടൈംസ് എഫ് ഓഫ് എക്സ് ബൈ 2 ഇൻറ്റു എഫ് ഡാഷ് എക്സ് ബൈ 2. എഫ് ഓഫ് എക്സ് ബൈ 2ന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ബൈ 2 ഇൻറ്റു 1/2. എക്സ് ബൈ 2ന്റെ ഡെറിവേറ്റീവ് 1/2 പ്ലസ് അടുത്ത പാർട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 ഇൻറ്റു ജി ഓഫ് എക്സ് ബൈ 2. 2 ഇൻറ്റു ജി ഓഫ് എക്സ് ബൈ 2 ഇൻറ്റു ജി ഡാഷ് എക്സ് ബൈ 2 ഇൻറ്റു 1/2. അടുത്ത സ്റ്റെപ്പിൽ ആൻസറിലേക്ക് എത്താണ്. നമ്മൾ നോക്കിക്കോളൂ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ഫീൽ ചെയ്യുന്നതെങ്കിലും പക്ഷെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, സോ ഇതിൽ ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഈ 2 ക്യാൻസൽ ചെയ്യാം. ഇനി നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് പാർട്ട് അതേപോലെ എഴുതാം. നമുക്ക് എഫ് ഓഫ് എക്സ് ബൈ 2 അതേപോലെ കീപ്പ് ചെയ്യാം. ഈ എഫ് ഡാഷ് എക്സ് ബൈ 2 അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഓക്കെ, പ്ലസ് ജി ഓഫ് എക്സ് ബൈ 2. വാട്ട് ഈസ് ജി ഓഫ് എക്സ് ബൈ 2? ജി ഓഫ് എക്സ് എഫ് ഡാഷ് എക്സ് ആണ്. അങ്ങനെ ആകുമ്പോൾ ജി ഓഫ് എക്സ് ബൈ 2നെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഈ എഫ് ഡാഷ് എക്സ് ബൈ 2 എന്ന് എഴുതാം. സോ അതിന് പകരം ഞാൻ എഫ് ഡാഷ് എക്സ് ബൈ 2 കൊടുത്തു, ഈ പാർട്ടിന് പകരം. ഓക്കെ, ഇതിൽ നിന്നും കിട്ടിയതാണ്. ജി ഓഫ് എക്സ് ബൈ 2ന് പകരം എഫ് ഡാഷ് എക്സ് ബൈ 2 കൊടുത്തു. ഇനി അടുത്ത പാർട്ട് ജി ഡാഷ് ഓഫ് എക്സ് ബൈ 2 ആണ്. വാട്ട് ഈസ് ജി ഡാഷ് ഓഫ് എക്സ് ബൈ 2? ജി ഡാഷ് ഓഫ് എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ
നിങ്ങൾ നോക്കുക ജി ഡാഷ് എക്സ് എന്താണ്? മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. ജി ഡാഷ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പം ജി ഡാഷ് എക്സ് ബൈ ടു എന്ന് പറയുന്നത് മൈനസ് എഫ് ഡാഷ് എക്സ് ബൈ ടു ആയിരിക്കും. മൈനസ് എഫ് ഡാഷ് എക്സ് ബൈ ടു. ഓക്കെ, അപ്പം അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നിങ്ങൾ നോക്കി ഈ പാർട്ടും സെയിം ആണോ? യെസ്, സെയിം ആണ്. ഇവിടെ ഒരു നെഗറ്റീവും കൂടി വരുന്നുണ്ട്. ദാറ്റ് മീൻസ് അത് ക്യാൻസൽ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ എന്ത് വരും? 0 വരും. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. സോ എഫ് ഓഫ് എക്സ് ബൈ ടു ഇൻറ്റു എഫ് ഡാഷ് എക്സ് ബൈ ടു മൈനസ് എഫ് ഡാഷ് എക്സ് ബൈ ടു ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ ടു. ഇവിടെ എഫ് ഓഫ് എക്സ് ബൈ ടു ആണ്, ഞാൻ എഫ് ഡാഷ് എഴുതിയത്. ഇത് എഫ് ഓഫ് എക്സ് ബൈ ടു ആണ്. സോ മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടു വരുന്നുണ്ട്. 0 ആയി. 0 ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആണ്. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവണമെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ത് ഫംഗ്ഷൻ ആയിരിക്കണം? എഫ് ഡാഷ് എക്സ് 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ത് ഫംഗ്ഷൻ ആവണം? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കണം. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് 5ന്റെ വാല്യൂ 5 ആണെങ്കിൽ എഫ് ഓഫ് 10ന്റെ വാല്യൂ എന്തായിരിക്കും? 5 ആയിരിക്കും. ആൻസർ 0 എഴുതല്ലേ? 0 അല്ല ആൻസർ. 0 എഫ് ഡാഷ് എക്സ് ആണ്. 0 എന്താണ്? എഫ് ഡാഷ് എക്സ് ആണ്. എഫ് ഡാഷ് എക്സ് 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ഏത് ഇൻപുട്ട് കൊടുത്താലും അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ എഫ് ഓഫ് 5 ആണെങ്കിൽ എഫ് ഓഫ് 10 ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കുക എഫ് ഓഫ് 10 ആയിരിക്കില്ല, എഫ് ഓഫ് 2024 ആയിരിക്കാം, ഇത് എഫ് ഓഫ് 2023 ആയിരിക്കും ക്വസ്റ്റ്യനിൽ തരുന്നത്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്തത്. എഫ് ഓഫ് 2023 ഈക്വൽ ടു 2022. ഓക്കെ, ദെൻ എഫ് ഓഫ് 2024 ഈക്വൽ ടു സെയിം എന്ത് തന്നെയായിരിക്കും? 2022 ആയിരിക്കും. ബിക്കോസ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0, ദെൻ എഫ് ഓഫ് എക്സ് ഈസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൂടെ ചെയ്ത് പഠിക്കുക. ഇനിയിപ്പോൾ നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ തിയറി ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. കാരണം നമുക്ക് എക്സാം വളരെ അടുത്തു, വെരി ക്ലോസ്. സോ നിങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് സമയം ഇനിയുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ച തിയറി റിവൈസ് ചെയ്യുക. പുതുതായിട്ട് ഇനി ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. പഠിച്ച തിയറി റിവൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവുക. ആ ക്വസ്റ്റ്യൻസിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല, ഇൻഫർമേഷൻ, അതെന്താണെന്നുള്ള മനസ്സിലാക്കുക. ഇതിലിപ്പോൾ നിങ്ങൾ തിയറി എന്ന് പറയാനൊന്നുമില്ല. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്തത് ആ ഒരു മെത്തേഡിൽ പോയാലേ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുള്ളൂ. അതിൽ നമ്മൾ ഡിഫറൻഷിയേഷൻ്റെ കുറേ തിയറി പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, സോ തിയറിയിൽ ഫോക്കസ് ചെയ്യാതെ ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കിയിട്ട് നോക്കാം. ഓക്കെ, അതും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്യുക. JEEക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൽഫ ആൻഡ് ബീറ്റ ആർ ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ഓഫ് ഇക്വേഷൻ x square plus 3 raised to 1/4 x plus 3 raised to 1/2 equal to 0. മാത്സിന് കൂടുതൽ ടൈം കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നിങ്ങൾ കൂടുതൽ പഠിക്കുക. കാരണം നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. മാത്സ് സമയം കൊടുത്ത് പഠിച്ചാൽ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എക്സാം ഹാളിൽ നിന്ന്. പക്ഷേ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ 2023 phase 1 ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ടഫാണെന്നല്ല പറയുന്നത്. ചിലതിൽ വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ലെങ്തി ക്വസ്റ്റ്യൻസ് വിത്തിൻ ടൈമിൽ ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത്രയും പ്രാക്ടീസ്ഡ് ആയിരിക്കണം. ഓക്കെ, സോ അങ്ങനെ ലെങ്തി ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാതിരിക്കുക. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു റൗണ്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു റൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളതും നിങ്ങൾക്ക് മോഡറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്ത് പോവാം. ഓക്കെ, അത് ഫിസിക്സ് കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്സിലേക്ക് പോകും. ഇനി അഥവാ നിങ്ങൾ മാത്സിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് മാത്സ് ആദ്യമേ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ. നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് അത് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യുക. ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്തിട്ട് ആദ്യം ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടും. നിങ്ങൾക്കത് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഓട്ടോമാറ്റിക്കലി എക്സാം ഹാളിൽ നിന്ന് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റ് ആവും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്കത് പോസിറ്റീവ് രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാതെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിലെ ഈസി ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾ കാണുമ്പോൾ അത് ടഫാണെന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് വരും. അത് നിങ്ങളെ നോർമലി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ താഴേക്ക് പോകും. അപ്പോൾ നെഗറ്റീവ് ഒരു ഇതിലേക്കാണ് വരിക. അത് വേണ്ട, നിങ്ങൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ആദ്യം ചെയ്തോളൂ. ഓക്കെ, പെട്ടെന്ന് ചെയ്തു പോവാം. ദെൻ
നെക്സ്റ്റ് റൗണ്ടിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ സമയവും ബാക്കിയുണ്ട്, ഓക്കെ, നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ആ ക്വസ്റ്റ്യൻസിൽ സമയം എടുത്താലും കുഴപ്പമില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ഈസി ക്വസ്റ്റ്യൻസും മോഡറേറ്റ് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ലെങ്തി ക്വസ്റ്റ്യൻസിൽ ടൈം സ്പെൻഡ് ചെയ്യാം. സ്പെൻഡ് ചെയ്താൽ അതിന് എന്തായാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അത് ചെയ്യുമ്പോൾ കുറച്ച് കെയർ എടുത്ത് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇൻ ബിറ്റ്വീൻ മിസ്റ്റേക്ക് വരരുത്. ഈ ലെങ്തി ആവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്സിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് ക്യാരി ഫോർവേഡ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആൻസർ മിസ്റ്റേക്ക് ആവും. പിന്നെ നിങ്ങളത് റിവേഴ്സ് വരുമ്പോഴേക്ക് കുറേ സമയം നമുക്ക് പോകും. അപ്പോൾ അത് നിങ്ങൾ എക്സാമിന്, ഒരു എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ, ഒരു JEE എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ആ രീതിയിൽ തന്നെ അതിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. എക്സാം ഹാളിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഔട്ട്പുട്ട് പെർഫെക്റ്റ് ആവും. മറ്റേത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മാർക്സ് ഇത്രയാണെങ്കിൽ അതിനേക്കാളും കുറവേ നമുക്ക് കിട്ടുള്ളൂ, എക്സാം ഹാളിൽ നിന്നുള്ള കുറേ പ്രശ്നങ്ങൾ കാരണം. അതുണ്ടാവരുത്. മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ ഔട്ട്പുട്ട് മാക്സിമം നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം ഹാളിലേക്ക് കയറുക. ആ രീതിയിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസിനെ കാണുക. ഇത് 1-2 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റീഡ് ചെയ്യുന്ന 1-2 ക്വസ്റ്റ്യൻസ് ടഫ് ആണെന്ന് വിചാരിച്ച് ഡൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ചിലപ്പോൾ നമ്മളെ പേപ്പറിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടഫ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആ ഒരു കോൺഫിഡൻസ് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യനെ കാണുക, ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കുക. ടഫ് ഉള്ളത് അങ്ങ് സ്കിപ്പ് ചെയ്യാൻ ഒരു പടിയും കാണിക്കണ്ട. അടുത്ത റൗണ്ടിൽ ചെയ്യാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതിലെന്തായാലും നിങ്ങൾ ഈസി ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് എന്തായാലും കെമിസ്ട്രിയിലും ഫിസിക്സിലും കാണും, മാത്സിലും ഉണ്ടാവും. 100% ഷുവറാണ്. മാത്സിൽ എല്ലാ ക്വസ്റ്റ്യൻസും ടഫ് ഒന്നുമല്ല, കുറേ ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും. പക്ഷേ നിങ്ങൾ ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ ചെയ്ത് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് കാര്യം. ഈസി ആയിരിക്കും ക്വസ്റ്റ്യൻസ് എല്ലാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആൽഫ ബീറ്റ ഡിസ്റ്റിങ് റൂട്ട്സ് ആണെന്ന് പറയുന്നുണ്ട്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ദെൻ യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ റേസ്ഡ് ടു 96 ഓക്കെ ഇൻറ്റു ആൽഫ റേസ്ഡ് ടു 12 - 1 പ്ലസ് ബീറ്റ റേസ്ഡ് ടു 96 ഇൻറ്റു ബീറ്റ റേസ്ഡ് ടു 12 - 1. ഇത് പല ബുക്സിലും പല രീതിയിൽ അതിൻ്റെ സൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്. സൊല്യൂഷൻ ചിലപ്പോൾ 2 പേജ് സൊല്യൂഷൻ ഉണ്ടാവും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെയാണ് പലതിലും കാണുന്നത്. ഞാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യാനുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഇക്വേഷൻ ഓക്കെ, ഇനി ഇതേ മോഡൽ ക്വസ്റ്റ്യൻ അവർ വാല്യൂസ് മാറ്റുക. ഞാൻ പറയുന്ന മോഡലിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തോളൂ. നിങ്ങൾ പഠിച്ചൊരു കാര്യം ഞാൻ പറയാം. x² + x + 1 = 0. ഈ ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. കാരണം അത്രയും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. x² + x + 1 = 0 ആണെങ്കിൽ ഇതിന് 2 റൂട്ട്സ് ഉണ്ടാവും. അത് കോംപ്ലക്സ് റൂട്ട്സ് ആണ്. നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയായിരുന്നു അതിൻ്റെ റൂട്ട്സ്? ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്ത് എത്ര പേർക്ക് അറിയാൻ നോക്കട്ടെ. x² + x + 1 = 0 ഇതിൻ്റെ റൂട്ട്സ് ഏതൊക്കെയായിരുന്നു? x² + x + 1 = 0. യെസ്, റൈറ്റ്. അത് ഏതൊക്കെയാണ്? ഒമേഗയും ω². ഒമേഗ ആൻഡ് ω². അത് നിങ്ങൾ പഠിച്ചതാണ്. ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ ആൻഡ് ω² ആർ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. സോ x² പ്ലസ്, ഇനി ശ്രദ്ധിച്ച്, ഇനിയാണ് ഞാൻ പറയുന്ന ട്രിക്ക് അതിൽ അപ്ലൈ ചെയ്യേണ്ടത്. x² + px + p² = 0. ഇതേ മോഡലാണ് 1ന് പകരം അവിടെ. ഓക്കെ, ഈ x² + x + 1 ആണ്. അവിടെ ഞാൻ എന്ത് ചെയ്തു? എക്സിന്റെ കോഎഫിഷ്യന്റ് p ആണ്, ഇത് p² ആയി. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതിന്റെ റൂട്ട്സ് pω ആൻഡ് pω² എന്ന് എഴുതാം. യെസ്, ω² ആണ്. സായി നാരായണൻ, മുഹമ്മദ് അഫ്ല. ഓക്കെ, നിങ്ങളെ ചാറ്റ്സ് ഇപ്പോഴാണ് എത്തുന്നത്, അതുകൊണ്ടാണ്. സോ ഇതിന്റെ റൂട്ട്സ് pω pω² ആയിരിക്കും. ഇനി ഓർത്ത് വെച്ചോ, ക്വസ്റ്റ്യൻ അവർ അങ്ങനെ ഡിസൈൻ ചെയ്തു പോകും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ ഈ 3⁻²ഉം 3⁻1/4 നിങ്ങൾ നോക്കി, ഇതിന്റെ സ്ക്വയർ അല്ലേ ഇത്? 3⁻1/4ന്റെ സ്ക്വയർ ആണ് 3⁻². പിന്റെ സ്ക്വയർ ആണ് p². ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റൂട്ട്സ് pω pω² ആവും. നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ പ്രോഡക്റ്റ് വരിക p² ആയിരിക്കും. ഇതിൻ്റെ സമ്മ് വരുന്നത് pω + pω² വരും. അതൊന്ന് p കോമൺ ഔട്ട് ചെയ്ത ω + ω² വരും. അത് -p ആയിരിക്കും. -p ആണ് സം ഓഫ് റൂട്ട്സ് ഇവിടെ. ഓക്കെ, സോ അതറിയുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഈസി ആയിട്ട് ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാം. സോ ഇതിൻ്റെ റൂട്ട്സ് എന്തൊക്കെയാണ് വരിക? pω pω² ആണ്. അതായത് ആൽഫ = എന്ത് എഴുതാം? ആൽഫ = 3⁻1/4 ω. p എന്ന് പറയുന്നത് 3⁻1/4 ആണ്. p² ആണ് 3⁻². ബീറ്റ = 3⁻1/4 ω² എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ ആൽഫ റേസ് ടു 12 - 1 ഉണ്ട്. ഞാൻ ആദ്യം ആൽഫ റേസ് ടു 12 ചെയ്യാം. ആൽഫ റേസ് ടു 12ന്റെ വാല്യൂ ആൽഫ റേസ് ടു 12 ചെയ്യാണ്. 12 ചെയ്താൽ 3⁻1/4 റേസ് ടു 12 വരും. അത് 3³ വരും. 3³ ×
omega raised to 12 എന്ന് പറയുന്നത് 1 ആണ്. 1 because 12 is a multiple of 3. Then beta raised to 12 എഴുതിയാൽ അതും 3 ക്യൂബ് വരും. ഓക്കെ, ഒമേഗ സ്ക്വയറിന്റെ പവറിൽ 3ന്റെ മൾട്ടിപ്പിൾ വന്നാൽ അതും 1 ആണ്. അപ്പോൾ ഈ രണ്ട് പാർട്ടും നമുക്ക് മനസ്സിലായി. ഇത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് മുൻപേ നമുക്ക് ആൽഫ റേസ് ടു 96 കിട്ടണ്ടേ. ഈ 96 എന്ന് പറയുന്നത് 12 ഇൻറ്റു എത്രയാണ്? 8 ആണ്. അപ്പോൾ റേസ് ടു 8 ചെയ്താൽ മതി. ഇതിനെ റേസ് ടു 8 ചെയ്താൽ എന്ത് കിട്ടും? ആൽഫ റേസ് ടു 96 ആവും. സോ ആൽഫ റേസ് ടു 96 എന്ന് പറയുന്നത് രണ്ട് സൈഡിലും റേസ് ടു 8 ചെയ്താൽ ഇത് 24 ആവില്ലേ? സോ 3 raised to 24. ഞാൻ ഫൈനൽ ആൻസർ എഴുതാണ്. ഇത് 3 raised to 24 ആണ്. ഇത് 3 ക്യൂബ് മൈനസ് 1 ആണ്. 3 ക്യൂബ് മൈനസ് 1 എന്ന് പറയുന്നത് 8 ആണ്. പ്ലസ് അടുത്ത പാർട്ടും ഇത് തന്നെയല്ലേ നോക്കി? യെസ്, ഇതിനെ റേസ് ടു എന്ത് എഴുതണം? 96 കിട്ടണമെങ്കിൽ 24 ചെയ്യണം. അപ്പോൾ ഇവിടെയും 24 വരും. അത് മറ്റേ പാർട്ടും എന്ത് തന്നെ വരും? 8 തന്നെ വരും. അതായത് ഇതിൻ്റെ ഡബിൾ ചെയ്താൽ മതി. പ്ലസ് ചെയ്യാനുള്ളത് ഈ സെയിം പാർട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ ഡബിൾ ചെയ്താൽ മതി. സോ നമുക്ക് 3 raised to 24 ഇൻറ്റു ആൽഫ റേസ് ടു 27 അല്ലേ? ഓക്കെ, ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടല്ലേ. 27 മൈനസ് 1 അല്ലേ? 26 വരും ഇൻറ്റു 2. കാരണം 3 ക്യൂബ് അല്ലേ? 3 ക്യൂബ് 27 ആണ്. 27 മൈനസ് 1 എന്ന് പറയുന്നത് 24 വരും. അത് ഡബിൾ ആവും. ഡബിൾ ആവുമ്പോൾ ആൻസർ എത്ര വരും? 52 ഇൻറ്റു 3 raised to 24 വരും. സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എവിടെ ചോദിക്കാം? ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പിൽ ചോദിക്കാം. എങ്ങനെ ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പിൽ ചോദിക്കാം? ദിസ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു 3 raised to 24. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k? അവിടെ kന്റെ വാല്യൂ 52 ആണ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? യെസ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ആ കാര്യം അതിൻ്റെ കൂടെ പഠിക്കുക. ഞാൻ ഈ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനിയും ഇതേ മോഡൽ കുറേ ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്യാം. ഈ വാല്യൂസ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. സോ നോട്ടായിട്ട് എഴുതി വെച്ചോളൂ. ഇത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 = 0ന്റെ റൂട്ട്സ് ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് പി സ്ക്വയർ = 0 ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ റൂട്ട്സ് വരുന്നത് പി ഒമേഗ ആൻഡ് പി ഒമേഗ സ്ക്വയർ ആയിരിക്കും. സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, യെസ് 3 ക്യൂബ് 27 ആണ്. 27 മൈനസ് 1 26 വരും. യെസ്, കറക്റ്റ് ആണ് സായി. ഓക്കെ, ഞാൻ കറക്റ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തതിലേക്ക് പോകാം. സോ അത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഇത്ര സ്റ്റെപ്സ് മതി. ഇത് 1 പേജോ 2 പേജോ 3 പേജോ സൊല്യൂഷൻ ആക്കി എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ അതിലേക്ക് പോകരുത് ഒരിക്കലും. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് നിങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യുക. അതിന് പ്രാക്ടീസാണ് വേണ്ടത്. പ്രാക്ടീസിലൂടെ നമുക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, വെക്ടേഴ്സിൽ റെഗുലർ ആയിട്ട് ചോദിക്കുന്ന കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വെക്ടേഴ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണിത്. വെക്ടേഴ്സ് ആൻഡ് 3D ഒരിക്കലും വിട്ടുപോകരുത്. ആ 2 ചാപ്റ്ററും ശരിക്കും വൃത്തിയായിട്ട് പഠിക്കുക. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 3Dയിൽ ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ലെങ്തി ആയിരിക്കും. പക്ഷേ നിങ്ങളെ കാൽക്കുലേഷൻ സ്പീഡ് കൂടുതലാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, നമുക്ക് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻസ് 3Dയിലെ ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ABC are vectors such that magnitude of A equal to 2, magnitude of B equal to 4 and magnitude of C equal to 4 if projection of B on A is equal to projection of C on A. So B on A, projection of B on A equal to projection of C on A. B is perpendicular to C, then magnitude of A plus B minus C. Okay, മാഗ്നിറ്റ്യൂഡ് ഓഫ് A പ്ലസ് B മൈനസ് C കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ സ്ക്വയർ ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തൊരു മാഗ്നിറ്റ്യൂഡ് ഓഫ് A സ്ക്വയർ വരും. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് A സ്ക്വയർ വരും, മാഗ്നിറ്റ്യൂഡ് ഓഫ് B സ്ക്വയർ വരും, മാഗ്നിറ്റ്യൂഡ് ഓഫ് C സ്ക്വയർ വരും, പ്ലസ് 2A ഡോട്ട് B വരും, മൈനസ് 2B ഡോട്ട് C വരും, മൈനസ് 2A ഡോട്ട് C വരും. കാരണം ഇതിലൊക്കെ നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് ഇവിടെ കൊടുക്കാം. പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ ഈസ് ഈക്വൽ ടു പ്രൊജക്ഷൻ ഓഫ് സി ഓൺ എ. പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ എന്ന് പറഞ്ഞാൽ ബി ഡോട്ട് എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആണ്. പ്രൊജക്ഷൻ ഓഫ് സി ഓൺ എ എന്ന് പറഞ്ഞാൽ സി ഡോട്ട് എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്യാൻസൽ ചെയ്യാം. സോ ബി ഡോട്ട് എ ഈക്വൽ ടു സി ഡോട്ട് എ കിട്ടി. ആൻഡ് another information is B is perpendicular to C. That means B dot C equal to C. അപ്പം നിങ്ങൾ നോക്കി B dot C 0 ആയി, B dot C 0 ആയി. അപ്പോൾ ഈ പാർട്ട് 0 ആയി. അപ്പം ഞാൻ ആ പാർട്ട് ഞാൻ കട്ട് ചെയ്യുകയാണ്. ഈ പാർട്ട് കട്ട് ചെയ്തു, ആ പാർട്ട് 0 ആയി. ഇനി അടുത്ത പാർട്ട് നിങ്ങൾ നോക്കി, ഇത് A dot C ആണ്, ഇതും A dot B ആണ്. അതിന്ന് 2 കോമൺ ഔട്ട് ചെയ്താൽ A dot B മൈനസ് A dot C വരും. A dot B A dot C ഈക്വൽ ആണ്. അപ്പോൾ അതും എന്തായി മാറും? 0 ആയി മാറും. അത് സബ്ട്രാക്ട് ചെയ്താൽ അതും 0. ആ പാർട്ടും പോയി. ഇനി എന്ത് മാത്രം ചെയ്താൽ മതി? മാഗ്നിറ്റ്യൂഡ് ഓഫ് A സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് B സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് C സ്ക്വയർ ആണ്. സോ 4 + 16 + 16 വരും,
36 വരും. ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി മൈനസ് സി ആണ്. സോ മൈനസ് സി ഹോൾ സ്ക്വയർ ആണ്. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ട് വരും. ആൻസർ ഈസ് 6. ഓക്കെ, യെസ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ കാര്യങ്ങൾ? വെക്ടേഴ്സിലെ ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിരിക്കും ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ ക്വസ്റ്റ്യനെ കുറേ കാര്യങ്ങൾ വായിക്കുക, നിങ്ങൾക്ക് അറിയുന്ന കുറേ തിയറി ആണ് അതിൽ അപ്ലൈ ചെയ്തത്. പ്രൊജക്ഷൻ നിങ്ങൾക്ക് അറിയാം, അതേപോലെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഫോമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ വരികയാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി മൈനസ് സി, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്താൽ നമ്മുടെ കയ്യിൽ ഫോമുല ഉണ്ട്. ദെൻ അതിൽ തന്ന കണ്ടീഷൻസ് അതിൽ അപ്ലൈ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. യെസ് യെസ്. സോ 6 is the right answer. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതിലൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം നിങ്ങളത് അപ്രോച്ച് ചെയ്യേണ്ട മെത്തേഡാണ്. ചില സ്റ്റുഡൻസ് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല. അവർക്ക് വേണ്ടി കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണിത്. y equal to y of x is the solution of equation. Okay, equation ഇതാണ്. e raised to sin y cos y into dy by dx plus e raised to sin y cos x equal to cos x, and given that y of 0 equal to 0, then 1 plus വേറെ കുറേ പാർട്ട് തന്നിട്ടുണ്ട്. y of pi by 6 plus root 3 by 2 y of pi by 3 plus 1 by root 2 y of pi by 4. ഇത് കാണുന്ന ഒരു നോർമൽ സ്റ്റുഡൻറ്റ് ആ ക്വസ്റ്റ്യൻ അങ്ങ് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നോർമൽ സ്റ്റുഡൻറ്റ്, നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, ഒരു ഓർഡിനറി സ്റ്റുഡൻ്റ് ആണെങ്കിൽ അങ്ങനെ അങ്ങ് വിട്ടു പോകും, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ പല കാര്യങ്ങളും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ലെങ്തി ആണ്, ഈ ക്വസ്റ്റ്യൻ ടഫാണെന്ന് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി തരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. മാത്സിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണെന്ന് ഫീൽ ചെയ്യിക്കാനുള്ള പാർട്ട് ഇതാണ്. ഇത്രയും ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ വളരെ ഈസി ആയിട്ട് ചെയ്തു തരാം, ശ്രദ്ധിച്ചോളൂ. ഇതിൻ്റെ ഓർഡിനറി മെത്തേഡിൽ ഞാനൊരു ഡിഫറെൻ്റ് അപ്രോച്ച് ചെയ്യുകയാണ്. ഓക്കെ, കോസ് വൈ ഡി വൈ ഞാൻ ത്രൂ ഔട്ട് ഒന്ന് ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, പ്ലസ് ഇ റേസ് ടു സൈൻ വൈ കോസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഡി എക്സ്. ത്രൂ ഔട്ട് ഞാൻ ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, നിങ്ങൾ നോക്കി ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇ റേസ് ടു സൈൻ വൈ കോസ് വൈ ഡി വൈ, ഇ റേസ് ടു സൈൻ വൈ കോസ് വൈ ഡി വൈ. സൈൻ വൈൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ് വൈ, കോസ് വൈ പിന്നെ ഏത് വൈൻ്റെ ഡെറിവേറ്റീവ് ഡി വൈ വരുന്നു. ഓക്കെ, ഇവിടെ ഇ റേസ് ടു സൈൻ വൈ ഉണ്ട്, ഇവിടെ കോസ് എക്സ് ഡി എക്സ് ഉണ്ട്, കോസ് എക്സ് ഡി എക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഇവിടെ കോസ് എക്സ് ഡി എക്സ് ആണ്, അപ്പോൾ അതും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നിങ്ങളിതിനെ ത്രൂ ഔട്ട് ഇനി ഇ റേസ് ടു സൈൻ എക്സ് ഉണ്ട്. ഇവിടെ ഒരു ഇ റേസ് ടു സൈൻ എക്സ് ഉണ്ടായിരുന്നെങ്കിൽ, ഇവിടെ ഒരു ഇ റേസ് ടു സൈൻ എക്സ് ഉണ്ടായിരുന്നെങ്കിൽ, ഇവിടെ നിങ്ങൾ നോക്കി ഇ റേസ് ടു സൈൻ വൈ ആണ്. ഇ റേസ് ടു സൈൻ വൈ കോസ് വൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇ റേസ് ടു സൈൻ വൈ കോസ് വൈ ഡി വൈ അതെല്ലാം വൈ ആണ്. ഇവിടെ കോസ് എക്സ് ഡി എക്സ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഇ റേസ് ടു സൈൻ എക്സ് ഉണ്ടായിരുന്നെങ്കിൽ, ഇ റേസ് ടു സൈൻ എക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പാർട്ട് പെർഫെക്റ്റ് ഡിഫറൻഷിയേഷൻ ആയില്ലേ? ഇ റേസ് ടു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇ റേസ് ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഇ റേസ് ടു സൈൻ വൈ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാരാണ്? ഇ റേസ് ടു സൈൻ എക്സ് ആണ്. അപ്പോൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും എനിക്ക് മൾട്ടിപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. ഇ റേസ് ടു സൈൻ എക്സ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി റൈറ്റ് സൈഡിലും ഇ റേസ് ടു സൈൻ എക്സ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇ റേസ് ടു സൈൻ എക്സ് റൈറ്റ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. ഓക്കെ, ഡി എക്സ് ഉണ്ട് അവിടെ. ഓക്കെ, ഇ റേസ് ടു സൈൻ എക്സ് ഞാൻ ഈ റൈറ്റ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഈ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത് ത്രൂ പ്രാക്ടീസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇ റേസ് ടു സൈൻ എക്സ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ അറിയോ? നിങ്ങൾ നോക്കി, ഇതൊരു ഫംഗ്ഷൻ, അടുത്ത ഫംഗ്ഷൻ ഇതാണ്. ഓക്കെ, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ആ സെക്കൻഡ് ഫംഗ്ഷൻ അതേപോലെ ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ പാർട്ടിൻ്റെ ഡെറിവേറ്റീവ് ആണിത്. ഓക്കെ, അതായത് ഇതൊരു ഫസ്റ്റ് ഫംഗ്ഷനും ഇതൊരു സെക്കൻഡ് ഫംഗ്ഷനും ആയിട്ട് എടുത്താൽ ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ കീപ്പ് ചെയ്തു, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ്. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ അതേപോലെ കീപ്പ് ചെയ്തു, ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് പ്രോഡക്റ്റ് റൂൾ അല്ലേ? ഏതിൻ്റെ പ്രോഡക്റ്റ് റൂളാണ്? ഇ റേസ് ടു സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു സൈൻ വൈൻ്റെ ഡെറിവേറ്റീവ് ആണോ ഈ കാണുന്നത്? നോക്കി, ലെഫ്റ്റ് സൈഡാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തു, നിങ്ങൾ പോലും അറിയാതെ ഞാൻ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇ റേസ് ടു സൈൻ എക്സ് അതേപോലെ കീപ്പ് ചെയ്തു, ഇ റേസ് ടു സൈൻ വൈൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ദെൻ ഇ റേസ് ടു സൈൻ വൈ അതേപോലെ കീപ്പ് ചെയ്തു, ഇ റേസ് ടു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, റൈറ്റ് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു സൈൻ എക്സ് കോസ് എക്സ് അല്ലേ, അതിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ത് വരും? ഇ റേസ് ടു സൈൻ എക്സ് വരും. ഓക്കെ,
ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? പവേഴ്സ് ക്ലബ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈക്വൽ ടു ഇ റേസ് ടു സൈൻ എക്സ് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. രണ്ടും ഇ അല്ലേ, ലോഗ് എടുക്കാം. ലോഗ് എടുത്താൽ എന്ത് കിട്ടും നമുക്ക്? സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈക്വൽ ടു സൈൻ എക്സ്. അതിലേത് ക്യാൻസൽ ആവും? രണ്ട് സൈഡും സൈൻ എക്സ് ക്യാൻസൽ ആവും. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, സൈൻ വൈ ഈക്വൽ ടു 0 കിട്ടും. സൈൻ വൈ 0 ആണെങ്കിൽ വൈ 0 ആയിരിക്കും. ഓക്കെ, വൈ 0 ആണെന്ന് പറഞ്ഞാൽ വൈ ഒരു കോൺസ്റ്റന്റ് ആണ്, വൈ 0 ആണ്. വൈ 0 ആയാൽ ഏത് വാല്യൂസ് കൊടുത്താലും, എക്സിന് നിങ്ങൾ ഏത് വാല്യൂ കൊടുത്താലും വൈ വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ, സോ വൈ ഓഫ് പൈ ബൈ 6 എന്താണ്? 0 ആണ്. വൈ ഓഫ് പൈ ബൈ 3 എന്താണ്? 0 ആണ്. വൈ ഓഫ് പൈ ബൈ 4 എന്താണ്? 0 ആണ്. സോ ഈ പാർട്ട് കംപ്ലീറ്റ് 0 ആവും. പിന്നെ ബാക്കി ഇവിടെ ഒരു 1 ഉണ്ട്. സോ റൈറ്റ് ആൻസർ ഈക്വൽ ടു 1. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ചെയ്ത മെത്തേഡ് മനസ്സിലായോ? ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. അങ്ങനെ നോർമലി ഒരു സ്റ്റുഡൻ്റ് അത് വാരിയബിൾ സെപ്പറബിൾ ആണോ, ഹോമോജീനിയസ് ആണോ, ലീനിയർ ആണോ എന്നൊക്കെ ഇത് തിങ്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ JEE ആണ്. JEE ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത് പല മെത്തേഡ്സ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട്, ഞാനിവിടെ ആകെ 2 സ്റ്റെപ്പോ 3 സ്റ്റെപ്പോ എഴുതിയിട്ടുള്ളൂ, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയും നമുക്കത് ചിന്തിച്ചാൽ ആ രീതിയിലാണ് നിങ്ങളെ തോട്ട് പ്രോസസ്സ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, dy/dx കിട്ടിയാൽ 0 കിട്ടി ആണെന്ന് പറയാൻ, dy/dx 0 ആയാൽ y 0 ആണെന്ന് പറയാൻ പറ്റില്ല. dy/dx 0 ആണെങ്കിൽ y കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. dy/dx 0 ആണെങ്കിൽ y കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. അതല്ലേ നമ്മൾ നേരത്തെ ചെയ്ത ഒരു ക്വസ്റ്റ്യനിൽ f'(x) 0 ആണെങ്കിൽ f(x) കോൺസ്റ്റന്റ് ആണെന്നല്ലേ നമ്മൾ എടുത്തത്. യെസ്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊരു JEE ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടി ആയിരുന്നു. അപ്പോൾ ഞാൻ ആ മെത്തേഡും ഇതേ മോഡൽ ഇനി റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇങ്ങനെയും ഇതിനെ തിങ്ക് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെ തിങ്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് നല്ല പേഴ്സൻറ്റേജ് വാങ്ങിയിട്ട് IIT-യിലേക്കും NITസിലേക്കും അഡ്മിഷൻ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ 300-ൽ ഒരു 200 എബോവ് സ്കോർ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ആ രീതിയിൽ നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് ഇനി ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ 2023 phase 2 കാണുമ്പോൾ ഇങ്ങനെ ഈ മോഡൽ ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ, സെയിം ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറയില്ല, ഇതേ മോഡൽ ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ ഒന്ന് ആ രീതിയിലും കൂടി നിങ്ങൾ തിങ്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് പല വർഷങ്ങളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഏതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി പ്ലസ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, ഈ 2 ചാപ്റ്റേഴ്സും കൂടി ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിട്ടുണ്ട്. ചെറുതായിട്ട് ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയേഷൻ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് ആ വാരിയേഷൻ എന്ത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ലെറ്റ് capital M and small m are maxima and minimum values of f of x equal to tan inverse sin x plus cos x in closed interval 0, pi by 2. Then value of tan of capital M minus small m. Okay, so ഇവിടെ maximum minimum ആണ്. സ്റ്റാർട്ടിങ്ങിലെ yക്ക് 0 കൊടുത്തപ്പോൾ dy/dx 0 കിട്ടി. സോ y of 0 ആണെങ്കിൽ അത് അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് എടുത്തിട്ടല്ല, നമ്മളത് ചെയ്തിട്ട് ഫൈനലി അവിടെ എത്തിയാൽ മാത്രമേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ ടാൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഇതാണ് തന്നത്. നിങ്ങൾക്ക് ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ തന്നിട്ടുണ്ട്. ക്ലോസ്ഡ് ഇന്റർവെൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം അല്ല, അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കേസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഇതിന്റെ ഡെറിവേറ്റീവ് ചെയ്യാം. f'(x) കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ f'(x) ചെയ്താൽ 1/1 പ്ലസ് sin x പ്ലസ് cos x ഹോൾ സ്ക്വയർ വരും. ഓക്കെ, ഇൻറ്റു sin x പ്ലസ് cos x-ൻ്റെ ഡെറിവേറ്റീവ് cos x മൈനസ് sin x കിട്ടും. ഓക്കെ, ദെൻ f'(x) 0 ആയാൽ നമുക്ക് എന്ത് കിട്ടും? cos x ഈക്വൽ ടു sin x കിട്ടും. cos x ഈക്വൽ ടു sin x കിട്ടും. കാരണം ന്യൂമറേറ്റർ 0 ആവണം. ന്യൂമറേറ്റർ 0 ആവണമെങ്കിൽ cos x-ഉം sin x-ഉം ഈക്വൽ ആവണം. നിങ്ങൾ നോക്കി ഈ ഇന്റർവെല്ലിൽ നമുക്ക് തന്ന ഇന്റർവെല്ലിലുള്ള വാല്യൂസ് മാത്രം എടുത്താൽ മതി. കുറേ വാല്യൂസ് ഉണ്ട്, എനിക്കറിയാം. ഇൻഫൈനൈറ്റ് വാല്യൂസിൽ cos x-ഉം sin x-ഉം ഈക്വൽ ആവും. ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് ഉണ്ട്. സോ ഈ ഇന്റർവെല്ലിൽ നമുക്ക് കോസും സൈനും ഈക്വൽ ആവുന്ന ഒരു വാല്യൂ ഉള്ളൂ. അത് ഏതാണ്? π/4 ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ, 0 to π/2 ഒരൊറ്റ വാല്യൂവിലെ കോസും സൈനും ഈക്വൽ ആവുള്ളൂ. അത് π/4 ആണ്. സോ വി ഹാവ് 3 വാല്യൂസ്, x ഈക്വൽ ടു 0, x ഈക്വൽ ടു π/4 ആൻഡ് x ഈക്വൽ ടു π/2. ഈ വാല്യൂസിലൊക്കെ നിങ്ങൾ ഏതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക? ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക.
എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നോക്കുക. എഫ് ഓഫ് 0 എത്രയാണ് വരുന്നത്? എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 0 വരും, ടാൻ ഇൻവേഴ്സ് 0 + 1 വരും, ടാൻ ഇൻവേഴ്സ് 1 വരും. എഫ് ഓഫ് π/4 ചെയ്താൽ ടാൻ ഇൻവേഴ്സ് സൈൻ π/4 + കോസ് π/4 വരും. അത് ടാൻ ഇൻവേഴ്സ് √2 കിട്ടും. 1/√2 + 1/√2 വരും, 2/√2 √2 വരും. എഫ് ഓഫ് π/2 ചെയ്താൽ സൈൻ π/2 1 ആണ്, കോസ് π/2 0 ആണ്. സോ ടാൻ ഇൻവേഴ്സ് 1 വരും. അപ്പോൾ നമുക്ക് 3 വാല്യൂസ് കിട്ടി. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആ ക്രിട്ടിക്കൽ പോയിന്റിലും കണ്ടുപിടിക്കുക, പിന്നെ ഇന്റർവെലിൻ്റെ എൻ പോയിന്റ്സിലും കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഇത്രയും വാല്യൂസ് കിട്ടി. ഇതിൽ ടാൻ ഇൻവേഴ്സ് 1 ആണ് മിനിമം വാല്യൂ. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, 2 പോയിന്റിൽ ടാൻ ഇൻവേഴ്സ് 1 ഒക്കർ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് സ്മോൾ ലെറ്റർ എം. സോ എം ഈക്വൽ ടു സ്മോൾ എം ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 ആൻഡ് ക്യാപിറ്റൽ എം ഈക്വൽ ടു മാക്സിമം വാല്യൂ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് √2. ഓക്കെ, നിങ്ങളോട് ചോദിച്ചത് ക്യാപിറ്റൽ എം മൈനസ് സ്മോൾ എം കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ടാൻ എടുക്കാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ക്യാപിറ്റൽ എം മൈനസ് സ്മോൾ എം ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് √2 മൈനസ് ടാൻ ഇൻവേഴ്സ് 1. വി ഹാവ് ദി ഫോർമുല. എന്താ ഫോർമുല? ടാൻ ഇൻവേഴ്സ് 1 π/4 ആണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ അത് അപ്ലൈ ചെയ്യണ്ട, നേരെ നമുക്ക് ഫോർമുല കൊടുക്കാം. എന്തായിരുന്നു ഫോർമുല? ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 1 + xy. ഓക്കെ, ഇനി അതിനെ കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതിൻ്റെ കോൺജുഗേറ്റ് ഡിനോമിനേറ്റർ √2 + 1 ആണ്, അതിൻ്റെ കോൺജുഗേറ്റ് √2 - 1 ആണ്. സോ √2 - 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 വരും. 2 - 1 1 വരും. ടാൻ ഇൻവേഴ്സ് √2 - 1 ഹോൾ സ്ക്വയർ ചെയ്താൽ a² + b² - 2ab ചെയ്യാം. സോ 3 - 2 √2 വരും. ഇത് ടാൻ ഇൻവേഴ്സ് ആണ്. സോ ടാൻ ഓഫ് ക്യാപിറ്റൽ എം മൈനസ് എം ഈക്വൽ ടു 3 - 2 √2. ഓക്കെ, ഇങ്ങനെ ഒരു വാല്യൂ അതിലുണ്ടോ എന്ന് നോക്കാം. അതായിരിക്കും ആൻസർ. യെസ്, ഓപ്ഷൻ 4 ഈസ് ദി റൈറ്റ് ആൻസർ. അത്രയേ ഉള്ളൂ. അപ്പം റിപ്പീറ്റഡ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യാനുള്ള റീസൺ തന്നെ കുറേ ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. അവർ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഇതിൽ വരുത്തും. ഇതിൽ ഇൻ്റർവെല്ലൊക്കെ ചിലപ്പം മാറ്റം വരുത്താം. ഇത് എക്സിന് പകരം 2x ആവാം. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ബേസിക്കലി നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്. അതിൽ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമത്തിൻ്റെ തിയറിയാണ് ഇവിടെ വരുന്നത്, പ്ലസ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയും കൂടിയുണ്ട്. ഓക്കെ, സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ 4. നെക്സ്റ്റ്, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് പഠിക്കണേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതിന് എന്തായാലും JEEക്ക് എല്ലാ വർഷവും നിങ്ങൾ എല്ലാ പേപ്പറും എടുത്ത് നോക്കുക, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ വലിയൊരു ചാപ്റ്റർ ആണെങ്കിലും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അത് കുറച്ച് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, അല്ലാതെ ടഫായിട്ടുള്ളൊരു ചാപ്റ്റർ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇത് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. മാത്തമാറ്റിക്കൽ റീസണിങ് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം പ്രെഡിക്ഷൻ സീരീസിൽ എന്തായാലും മാത്തമാറ്റിക്കൽ റീസണിങ് എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. കാരണം എന്തായാലും നിങ്ങൾക്ക് പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്കൽ റീസണിങ് എന്നായിരിക്കും. അതിൻ്റെ ഏത് ലെവൽ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പബ്ലിക് ലൈവിൽ കുറേ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലൈവിൽ നമ്മളെ ക്ലാസ്സസിൽ അഥവാ റെക്കോർഡഡ് ക്ലാസ്സസിലും അതേപോലെ ആപ്പ് ലൈവിലൊക്കെ നിങ്ങൾ ഈ ചാപ്റ്റർ കണ്ടതാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സും ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാത്തമാറ്റിക്കൽ റീസണിങ്ങും സ്റ്റാറ്റിസ്റ്റിക്സും നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ചാപ്റ്റേഴ്സാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഹയർ എൻഡിലേക്ക് പോകാനൊന്നുമില്ല. മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്താൽ അതിൻ്റെ പുറത്തേക്കൊന്നുമില്ല, അത്രേ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സിലും ഒരേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. വാല്യൂസ് അവർ മാറ്റുന്നല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ അത് ഈ 2 ചാപ്റ്റേഴ്സും ശരിക്കും പഠിച്ചിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ്, ഓക്കെ, അല്ലെങ്കിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ, മിനിമം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമുക്കതൊന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ചില പേപ്പറിൽ 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യനും ഉണ്ട്, സ്റ്റാറ്റിയിലെ ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ ഈ 2 ചാപ്റ്ററും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. യു ക്യാൻ സ്കോർ ആൻഡ് യു ക്യാൻ ഗെറ്റ് എ വെരി ഗുഡ് റാങ്ക്. ഓക്കെ, സോ ഇതിലേക്ക് പോകാം. P ഓർ നെഗേഷൻ P ആൻഡ് Q. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതെന്തായി മാറും? ഇതിൻ്റെ നെഗേഷനാണ് കേട്ടോ ചോദിച്ചത്. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണേ, നെഗേഷനാണ്. ഫൈനലി നെഗേഷൻ എടുക്കാം. P ഓർ നെഗേഷൻ P ചെയ്തു. ഇൻ ബിറ്റ്വീൻ വരുന്ന സിമ്പിൾ ആൻഡ് ആണ്. ഓക്കെ, P ഓർ Q. ഓക്കെ, ഞാൻ ഓർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ. P ഓർ നെഗേഷൻ P എന്ന് പറയുന്നത് ടോട്ടോളജിയാണ്. ടോട്ടോളജി ആൻഡ് സംതിങ് ഈസ് സംതിങ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ട് മാത്രമേ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. ഇത് കിട്ടി.
ഇനി ഫൈനലി എന്ത് ചെയ്യാനുണ്ട്? ഇതിൻ്റെ നെഗേഷൻ എടുക്കാണ്ട്. സോ ഇതിൻ്റെ നെഗേഷൻ എടുത്താൽ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ വരും. ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. JEEക്ക് ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ 2023 phase 1 ചോദിച്ചപ്പം അവരെന്താക്കിയെന്ന് അറിയോ? ഈ പി മാറ്റിയിട്ട് ഇത് ക്യൂ ആക്കി, ഇത് പി ആക്കി. ലെറ്റർ അവർ വെറുതെ മാറ്റി, അത്ര മാത്രം. പിക്ക് പകരം ക്യൂ കൊടുത്തു, ക്യൂവിന് പകരം പി കൊടുത്തു. ലെറ്റർ മാത്രം മാറ്റിയിട്ട് 2023 ജനുവരി phase 1 ഒരു പേപ്പറിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വിടരുത് ഒരിക്കലും. ശരിക്കും ചെയ്ത് പഠിക്കുക. റീസണിങ് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് കവർ ചെയ്ത് പോകണേ. നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ചാപ്റ്റർ, അടുത്തത് 3Dയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം 3D. 3Dയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്ന് ഇമേജ്, രണ്ടാമത്തത് ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ, ദെൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ്. ഇതാണ് അതിൽ ലെങ്തി ആയിട്ട് 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് ഫോക്കസ് ചെയ്യുക. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ, ദെൻ ഇമേജ് ഓഫ് എ പോയിന്റ്. അത് വിത്ത് റെസ്പെക്ട് ടു പ്ലെയിൻ ചോദിക്കാം, വിത്ത് റെസ്പെക്ട് ടു ലൈൻ ചോദിക്കാം. ഓക്കെ, ദെൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ്. ഇതാണ് 2023 phase 1 ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അത് തന്നെയായിരിക്കും phase 2 വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ പഠിക്കാതെ എക്സാം ഹോളിലേക്ക് കയറരുത്. റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞ 3 ടോപ്പിക്ക് ശരിക്കും പഠിക്കുക. പിന്നെ ബാക്കി വരുന്നത് ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ്, ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിൻസ് ഒക്കെയാണ്. അതൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞ 3 ഭാഗങ്ങൾ ശരിക്കും പഠിക്കുക. ഇത് ആക്ച്വലി ഇമേജിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ABC is image of point 1, 2, -3 in the line. പ്ലെയിൻ ആയിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരുന്നു. കാരണം പ്ലെയിൻ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ കാണാനും ദെൻ ഇമേജ് കാൽക്കുലേറ്റ് ചെയ്യാനും പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു എ പ്ലെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഇത് ലൈനാണ്. ലൈനിന് നമുക്ക് ഷോർട്ട് കട്ട് ഒന്നുമില്ല, നേരെ ചെയ്ത് പോകാന്നുള്ളത് അല്ലാതെ വേറെ മെത്തേഡ് ഒന്നുമില്ല. അത് 2 രീതിയിൽ ചെയ്യാം. പല സ്റ്റുഡൻസും അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ സ്റ്റെപ്സ് എഴുതേണ്ടി വരും. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഞാനൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ മെത്തേഡ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണെങ്കിൽ അത് ഫോളോ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ റിപ്പീറ്റ് ചെയ്യാം, നോക്കിക്കോളൂ. ഇവിടെ പോയിന്റ് എ ബി സി ആണ് പോയിന്റ്. ഈ പോയിന്റിൻ്റെ ഇമേജ് ആണ് വേണ്ടത്. ലൈൻ എന്താണ്? x+1 /2 x+1/2 ഈക്വൽ ടു y-3 /-2 ഈക്വൽ ടു z/-1. ഇതാണ് ലൈൻ. ഇതിൻ്റെ ഇമേജ് ആണ്. ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്കറിയാം. സോ ഇമേജ് ABC ഇമേജ് ആണല്ലേ. ഓക്കെ, അതിന് തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, 1, 2, 3 1, 2 -3ൻ്റെ ഇമേജ് ആണ്. അതാണ് ABC. ഇതിൻ്റെ ഇമേജ് ABC ആണെന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ യു ഹാവ് ടു ഫൈൻഡ് A + B + C. അതായത് ഓരോ കോർഡിനേറ്റും കണ്ടുപിടിക്കുക, അതിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓരോ കോർഡിനേറ്റും കണ്ടുപിടിക്കുന്നതിന് പകരം ഞാനൊരു ചെറിയ കാര്യം ചെയ്യാം, ശ്രദ്ധിച്ചോളൂ. ഈ പോയിന്റ് P ആണ്, ഈ പോയിന്റ് Q ആണ്. ഇതിൻ്റെ മിഡ് ആയിരിക്കും R എന്ന് പറയുന്ന പോയിന്റ്. ഈ R എന്ന് പറയുന്ന പോയിന്റ് ഈ ലൈനിലുള്ള പോയിന്റ് ആയിരിക്കും. ആ ലൈനിന് നമുക്ക് ഇവിടെ ഈക്വൽ ടു ലാംഡ എന്ന് എഴുതിയാൽ ആ ലൈനിലുള്ള ജനറൽ പോയിന്റ്സ് നമുക്ക് എങ്ങനെ എഴുതാം? 2λ - 1 x 2λ - 1 ഫോമില ആയിരിക്കും. y -2λ + 3, അതായത് 3 - 2λ എന്ന് എഴുതാം. ഓക്കെ, ദെൻ അടുത്തത് z -λ ആയിരിക്കും. ഓക്കെ, ഇനി ലാംഡ കണ്ടുപിടിക്കണം. ലാംഡ കണ്ടുപിടിച്ചാൽ ഈ പോയിന്റ് കിട്ടും. ആ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ആണ്. ഈ പോയിന്റിന്റെ ആ ലൈനിലുള്ള ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ആണത്. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ അല്ല ചോദിച്ചത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ആയിരിക്കും ചോദിക്കുക. പക്ഷെ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ അല്ല ചോദിച്ചത്. ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇമേജ് ആണ്. ഇമേജിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ കാണാം. നിങ്ങൾ നോക്കി, ഈ പോയിന്റ് ഇതിലുള്ള പോയിന്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, ഈ ഒരു വെക്ടർ PQ എന്ന് പറയുന്ന വെക്ടറും PR എന്ന് പറയുന്ന വെക്ടറും ഒരേ ഡയറക്ഷനുള്ള വെക്ടറാണ്. ഓക്കെ, സോ അതിൻ്റെ ഡയറക്ഷനുള്ള ഒരു വെക്ടർ കണ്ടുപിടിക്കാം. നിങ്ങൾക്കറിയാം ഈ ലൈനിൻ്റെ ഡയറക്ഷനുള്ള വെക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ പാരലൽ വെക്ടറാണ്. ഓക്കെ, സോ ആ പാരലൽ വെക്ടറിൻ്റെ കമ്പോണൻസ് 2, 2 - 1 ആണ്. ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. പാരലൽ വെക്ടറിൻ്റെ കമ്പോണൻസ് എന്താണ് തന്നത്? 2, 2
minus 2 minus 2 minus 1. 2 minus 2 minus 1 ആണ് പാരലൽ വെക്ടറിന്റെ കമ്പോണൻസ്. ഇനി നമുക്ക് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ് ഇത്. ഓക്കെ, ഇത് 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. സോ ഈ വെക്ടർ കണ്ടുപിടിക്കാം. ആ വെക്ടറിന്റെ കമ്പോണൻസ് ഞാനൊന്ന് എഴുതാം. ആ വെക്ടറിന്റെ കമ്പോണൻസ് 2 ലാംഡ മൈനസ് 2 വരും. 2 ലാംഡ മൈനസ് 1 മൈനസ് 1. 2 ലാംഡ മൈനസ് 2. 3 1 മൈനസ് 2 ലാംഡ ആവും. 3 മൈനസ് 2 എന്ന് പറയുന്നത് മൈനസ് 1 ആണ്, സോറി 1 ആണ്. 1 മൈനസ് 2 ലാംഡ വരും. മൈനസ് ലാംഡ പ്ലസ് 3 വരും, അതായത് 3 മൈനസ് ലാംഡ വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കമ്പോണൻസ്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഓരോ കമ്പോണൻറ്റും നോക്കുക. സോ 2 ലാംഡ മൈനസ് 1 വരുമ്പോൾ 2 ലാംഡ മൈനസ് 2 വരും. ദെൻ വി ഹാവ് 3 മൈനസ് 2 1 മൈനസ് 2 ലാംഡ മൈനസ് ലാംഡ പ്ലസ് 3. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം അത് എന്ത് വെക്ടേഴ്സ് ആണ്? പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണ്. സോ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ 4 ലാംഡ മൈനസ് 4 കിട്ടും, മൈനസ് 2 പ്ലസ് 4 ലാംഡ കിട്ടും, മൈനസ് 3 പ്ലസ് ലാംഡ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഡോട്ട് ചെയ്തു. സ്റ്റെപ്സ് ഒന്നും ഞാൻ എഴുതിയില്ല, നേരെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തു. നിങ്ങൾ നോക്കി, 4 ലാംഡ, ദെൻ വി ഹാവ് 4 ലാംഡ ആൻഡ് ലാംഡ. സോ അത് 9 ലാംഡ ആവും. 9 ലാംഡ ഈക്വൽ ടു മൈനസ് 6 മൈനസ് 3, അത് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 9 ആവും. 9 ലാംഡ ഈക്വൽ ടു 9, സോ ലാംഡ ഈക്വൽ ടു 1 കിട്ടും. ലാംഡ 1 ആണെങ്കിൽ ഈ പോയിന്റ് കിട്ടിയില്ലേ, 6 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ലാംഡ 1 ആണെങ്കിൽ ആ പോയിന്റ് എന്താ കിട്ടുക? 2 മൈനസ് 1 1 വരും, 3 മൈനസ് 2 1 വരും, ദെൻ മൈനസ് 1 കിട്ടും. ഇതാണ് ഈ പോയിന്റ്, 6 എന്ന് പറയുന്ന പോയിന്റ്. ലാംഡയ്ക്ക് ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, 2 മൈനസ് 1 1, 3 മൈനസ് 2 1 മൈനസ് 1. സോ ഇത് കിട്ടി. ഇത് ആക്ച്വലി, ഈ പോയിന്റ് ആക്ച്വലി ആരെ മിഡാണ്? പി ക്യൂവിൻ്റെ മിഡാണ്. പി ക്യൂവിൻ്റെ മിഡാണ് ഈ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇതിന് ഡബിൾ ആയിരിക്കേണ്ട ഇതിൻ്റെ സമ്മ് വരുന്നത്. സോ ആദ്യത്തത് 1 ആയിരിക്കും, അടുത്ത കോർഡിനേറ്റ് ഇതിൻ്റെ ഡബിൾ 2 ആണ്, അടുത്ത കോർഡിനേറ്റ് 0 ആയിരിക്കും, ഇതിൻ്റെ ഡബിൾ മൈനസ് 2 ആണ്, സോ അടുത്തത് 1 ആയിരിക്കും. സോ വി ഹാവ് എ ബി സി. എ ബി സി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 1 പ്ലസ് 0 പ്ലസ് 1 ഈക്വൽ ടു 2 കിട്ടും. ഇത്ര സ്റ്റെപ്സ് മാത്രമേ എടുക്കാവൂ, ഇതിൽ കൂടുതൽ സ്റ്റെപ്സ് എഴുതരുത്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇമേജ് ആണ്. ഇമേജ് എന്ന് പറഞ്ഞാൽ ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയാം. ഞാൻ ആ ലെങ്തി ക്വസ്റ്റ്യനെ വളരെ ചെറുതാക്കിയിട്ടാണ് ചെയ്തത്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. യു ക്യാൻ ഈസിലി സ്കോർ വെരി ഫ്യൂ ക്വസ്റ്റ്യൻസ് ഫ്രം മാത്സ്. ഓക്കെ, അതായത് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലാതെ ഞാൻ ടഫായിട്ടുള്ള വെരി ഫ്യൂ ആണ് ഞാൻ പറഞ്ഞത്. ആ ഫ്യൂയിലേക്ക് പോവാം. ഓക്കെ, യെസ്, അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ ആണ്. അപ്പോൾ മെത്തേഡ് പഠിക്കുക. ഞാൻ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ 2023 phase 2 വരും. ടൈപ്പ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, യെസ്, ഡിറ്റർമിൻ്റെ യൂസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിൻ്റെ യൂസ് ചെയ്ത ക്വസ്റ്റ്യനിൽ ഞാൻ കഴിഞ്ഞ ദിവസവും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെക്ഷൻസ് ആണ് ഡിറ്റർമിനിൽ ചോദിക്കുക. മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഒരു സെഷൻ വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതായത് അഡ്ജോയിൻറ്റ്, ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻറ്റ്, ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് ഇക്വേഷൻ, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് അതിൽ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് വരുന്നു, ഇൻകൺസിസ്റ്റൻ്റ് ആവുന്നു, കൺസിസ്റ്റൻ്റ് ആവുന്നു. അങ്ങനെയാണെങ്കിൽ ലാംഡേൻ്റെ വാല്യൂ എന്താണ്? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ 2 സെക്ഷൻസും കവർ ചെയ്തിട്ട് മാത്രം എക്സാം ഹോളിലേക്ക് കയറിയാൽ മതി. മിനിമം ഒരു 5 ക്വസ്റ്റ്യൻസ് 2 സെഷൻസ് ഒന്നും ചെയ്യാം. മിനിമം ജെയിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ 2 സെഷനിലും 5 ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആദ്യം ഞാൻ പറഞ്ഞ സെഷൻ ഇതാണ്, പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്. അത് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി, ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് റേസ് ടു n-1, ഡിറ്റർമിനൻ്റ് ഓഫ് കെ ഈക്വൽ ടു കെ റേസ് ടു n ഇൻറ്റു ഡിറ്റർമിനൻ്റ്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിലേക്ക് ഞാൻ പോവാം. പ്ലസ് നിങ്ങൾ പഠിക്കേണ്ടത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ട് യുണീക്ക് സൊല്യൂഷൻ വരുന്ന കേസ്, അതേപോലെ നമുക്ക് ഏത് വരാം, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് വരാം, നോ സൊല്യൂഷൻ വരുന്ന ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം വരുന്ന കേസ്, അതുപോലെ നമുക്ക്
ട്രിവിയൽ സൊല്യൂഷൻ, നോൺ ട്രിവിയൽ സൊല്യൂഷൻ, അങ്ങനത്തെ കുറേ കേസ്, അതായത് ഹോമോജീനിയസ് ഇക്വേഷൻസ് തന്നിട്ട് ട്രിവിയൽ സൊല്യൂഷൻ ആണോ നോൺ ട്രിവിയൽ സൊല്യൂഷൻ വരുന്ന കേസ് വന്നിട്ട് കണ്ടീഷൻസ് എന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ശരിക്കും പഠിക്കാം. അതൊന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ മതി. ഒരു 5-6 ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാൽ തന്നെ ആ ഒരു ഭാഗം സെറ്റാവും. അതേപോലെ പ്രോപ്പർട്ടീസും പഠിക്കുക. ഇതൊന്ന് ക്വസ്റ്റ്യൻ എന്തായാലും 2023 phase 2 ഉണ്ടാവും. ഞാനത് വെറുതെ പറയുന്നതല്ല, അത്രയും ക്വസ്റ്റ്യൻസ് phase 1 ചോദിച്ചിട്ടുണ്ട്, 2022 ചോദിച്ചിട്ടുണ്ട്. സോ മാർക്ക് മൈ വേർഡ്സ്, അത് ശരിക്കും പഠിക്കുക. ആ സെഷൻസ് രണ്ടും വിട്ടുപോകും. സോ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം. ക്വസ്റ്റ്യനിൽ കുറേ കാര്യങ്ങളുണ്ട്. 1-2 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഉണ്ട്, ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ബി ഉണ്ട്. അത് രണ്ടും ആഡ് ചെയ്തിട്ട് 10⁻⁶ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. വെറും കെ അല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് കെ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഈ പാർട്ട് നിങ്ങൾ നോക്കിയാൽ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ബി നോക്കിയാൽ, ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് റേസ് ടു n-1 ആണ്. ഇവിടെ n-ന്റെ വാല്യൂ എത്രയാണ്? n 3 ആണ്. സോ 3/3 ആയതുകൊണ്ട് ഡിറ്റർമിനൻ്റ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, സോ ഇതിൽ നമുക്ക് തന്നത് ഡിറ്റർമിനൻ്റ് സ്ക്വയർ പ്ലസ് ഡിറ്റർമിനൻ്റ് ബി സ്ക്വയർ ആണ്. രണ്ടും 3/3 ആണ്. ഈക്വൽ ടു 10⁻⁶ തന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഈ ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. സെക്കൻഡ് ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് മെട്രിക്സ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ആ കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അത് മനസ്സിലായ ഒരു സ്റ്റുഡൻറ്റിന് പറയാൻ പറ്റും ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്താണ്? 0 ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഡിറ്റർമിനൻ്റ് ബി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയണ്ട, ഇതിൻ്റെ വാല്യൂ 0 ആണ്. പദം കളഞ്ഞു. അതായത് ഡിറ്റർമിനൻ്റ് എ സ്ക്വയർ ഈക്വൽ ടു 10⁻⁶ എന്ന് എഴുതാം. ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 10³ എന്ന് എഴുതാം. ഡിറ്റർമിനൻ്റ് എൻ്റെ വാല്യൂ 10³ ആണ് കിട്ടി. ഇനി ഡിറ്റർമിനൻ്റ് എ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിറ്റർമിനൻ്റ് എ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഡിറ്റർമിനൻ്റ് എ കാൽക്കുലേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് നമുക്ക് വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല. സോ 2√k ഉണ്ട്. അപ്പോൾ ഒരു പാർട്ട് നമുക്ക് 0 ആക്കാം. 2k - 1 2√k - 2√k. ഓക്കെ, നമുക്ക് C2 - C1 ചെയ്യാം. C2 gives C2 - C1 ചെയ്യാം. അല്ലെങ്കിൽ C3 gives C3 - C2. ഓക്കെ, C2 - C3 അല്ല, ഇവിടെ അല്ല, ഇത് രണ്ടും സെയിം അല്ല. അപ്പോൾ അത് ഞാൻ 0 ആക്കാം. 0 ആക്കാം. 0 1 + 2k -1 അതും 1 + 2k ആവും. തേർഡ് കോളം അതേപോലെ കീപ്പ് ചെയ്തു. സോ സെക്കൻഡ് കോളം മാത്രം മാറ്റി. അങ്ങനെ മാറ്റിയത് കൊണ്ട് എനിക്കൊരു 0 വന്നു. അത്രയേ ഉള്ളൂ, ഒരു 0 വന്നു എക്സ്ട്രാ ആയിട്ട്. ഓക്കെ, സോ ആ 0 അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ കുറച്ചുകൂടി ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ കുറച്ചുകൂടി ഈസി ആയി മാറും. നമ്പർ ഓഫ് സീറോസ് കൂടിയ നമുക്ക് ചെയ്യാം. 2k - 1 ഇൻറ്റു, ഞാനത് എക്സ്പാൻഡ് ചെയ്യാണ്. 2k - 1 ഇൻറ്റു ഫുൾ കോൺസെൻട്രേഷൻ ഇരുന്ന് കിട്ടൂല. അല്ലെങ്കിൽ 1 + 2k ഇവിടെ ഉണ്ട്, ഇതിലും 1 + 2k ഉണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം എന്ത് വരും. 1 + 2k രണ്ടിലും കോമൺ ആയിട്ടുണ്ടാവും. പിന്നെ ഏതാ വരിക? -1ഉം +2k ഉണ്ടാവും. അതായത് 1 + 2k ഇൻറ്റു 2k - 1 വരും. ശരിയാണോ നോക്കണേ? 1 + 2k ഇൻറ്റു -1, ഇവിടെ മൈനസ് വരുമ്പോൾ പ്ലസ് വരും. ഓക്കെ, ഇനി അടുത്ത പാർട്ടിൽ എന്ത് ചെയ്യാം? യെസ്, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ 1 + 2k കോമൺ ഔട്ട് ചെയ്യാം അല്ലേ? എല്ലാത്തിനും ഏത് കോമൺ ഔട്ട് ചെയ്യാം? 1 + 2k. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ഈസി. ഓക്കെ, സോ ഈ കോളത്തിൽ ഏത് വരുന്നുണ്ട്? 1 + 2k വരുന്നുണ്ട്. സോ 1 + 2k ഞാൻ കോമൺ ഔട്ട് ചെയ്യാം. 1 + 2k ഹോൾ കോമൺ ഔട്ട് ചെയ്താൽ ഇത് രണ്ടും എന്തായി മാറും? 1 ആയി മാറി. അത് രണ്ടും 1 ആയി. ഓക്കെ, ആ കോളത്തിൽ നിന്ന് 1 + 2k പുറത്തെടുത്തു. ഇനി എക്സ്പാൻഡ് ചെയ്യാം. 2k - 1 ഇൻറ്റു ഇതും എന്തായി മാറും? 2k - 1 ആവും. ഓക്കെ, 2k - 1 അത് കഴിഞ്ഞു. പ്ലസ് ഈ പാർട്ട് എടുക്കണ്ട, ഇത് 0 ആണ്, അത് വിട്ടേക്ക്. 2√k ഇൻറ്റു 2√k മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 2√k ഇൻറ്റു 4√k വരും. ഓക്കെ, ഇനി അത് ചെയ്താൽ 1 + 2k ഇൻറ്റു 4k² - 2k - 1 ഹോൾ സ്ക്വയർ 2k - 1 ഹോൾ സ്ക്വയർ 2k - 1 ഹോൾ സ്ക്വയർ പ്ലസ് 8k വരും. ഓക്കെ, 2k - 1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4k² വരും, -4k വരും, +1 വരും, +8k വരും. അതായത് ഇതിൽ -4kയും 8k ആഡ് ചെയ്താൽ 4k² + 4k + 1 വരും. ഇൻറ്റു 2k + 1 ഇവിടെ ഉണ്ട്. സോ ദിസ് ഈസ് 2k + 1. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി, ഇതിൽ 4k² - 4k + 1 എന്ന് പറയുന്നത് 2k - 1 ഹോൾ സ്ക്വയർ ആണ്. 4k² + 2k + 1 എന്തായിരിക്കും?
2k plus 1 whole square ആയിരിക്കും. ഇത് 2k plus 1 whole square ആണ്. ഇവിടെ ഒരു 2k plus 1 ഉണ്ട്. അതായത് ഡിറ്റർമിനന്റ് എന്റെ വാല്യൂ എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് ഈക്വൽ ടു 2k plus 1 whole cube ആയി മാറും. 2k plus 1 into 2k plus 1 whole square. ഇനി ഇത് ഇക്വേറ്റ് ചെയ്യാം. സോ 2k plus 1 whole cube ഈക്വൽ ടു 10 ക്യൂബ് വരും. അതിൽ നിന്നും 2k plus 1 ഈക്വൽ ടു 10 കിട്ടും. k ഈക്വൽ ടു 9/2 4.5 കിട്ടും. നമുക്ക് വേണ്ടത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ k ആണ്. ആൻസർ 4 കിട്ടും. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ ആൻസർ ഈസ് 4 ആണ് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ടഫെന്ന് ഫ്യൂ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ടഫെന്ന് ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അത് ആ രീതിയിൽ ടഫിന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതെന്തുകൊണ്ടാണ് 0 ആയതെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ പാർട്ട് വെറുതെ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ, ക്വസ്റ്റ്യൻ വലുതാണ് കാണിക്കാൻ വേണ്ടി മാത്രം തന്നതാണ്. അത് കണ്ടിട്ട് പേടിച്ചിട്ട് ക്വസ്റ്റ്യൻ കണ്ട് പാനിക്കായിട്ട് ക്വസ്റ്റ്യൻ ലീവ് ചെയ്യാൻ പഠിക്കരുത്. എപ്പോഴും ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും പാർട്ട് ഈസി ആയിട്ടുണ്ടോ നോക്കുക. അങ്ങനെയാകുമ്പോൾ പിന്നെ ഈ പാർട്ട് നോക്കണ്ടല്ലോ, ഇത് മാത്രം ചെയ്താൽ മതി. അതിൽ തന്നെ കുറേ ഭാഗങ്ങൾ നമുക്ക് കോമൺ ഔട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് 2023 ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, ദിസ് ഈസ് എ JEE അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങൾക്ക് 2023 നമുക്ക് ചോദിക്കുന്നത് JEE അഡ്വാൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യനും കൂടി ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ABC are 3 sets of complex numbers. കോംപ്ലക്സ് നമ്പേഴ്സിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ജോമെട്രി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് ക്വസ്റ്റ്യൻസ് വളരെയധികം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. So A equal to set of all Z such that imaginary part of Z greater than or equal to 1. Then B equal to set of all Z such that modulus of Z minus 2 minus A equal to 3. C equal to set of Z such that real part of 1 minus A into Z equal to root. ഇതാണ് 3 കണ്ടീഷൻസ് തന്നത്. ഓക്കെ, 3 സെറ്റ്സ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C, മൂന്നിലും കോമൺ ആയിട്ട് എത്ര എലമെന്റ്സ് ഉണ്ടാവുന്ന. ഓക്കെ, സോ Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ നോർമലി നമ്മൾ എടുക്കുന്നത് എന്താ? X plus IY ആണ്. ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? Y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. Y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ഉണ്ടാവും, ഇൻഫൈനൈറ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, എക്സിന് കണ്ടീഷനല്ല, എക്സ് എന്തും എടുക്കാം നിങ്ങൾക്ക്. Y എന്താവണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവണം. അതായത് നിങ്ങൾ പ്ലോട്ട് ചെയ്താൽ എക്സ് ആക്സും Y ആക്സും, ഞാൻ അതിന് ആർഗൻ പ്ലെയിൻ അല്ലെങ്കിൽ കോംപ്ലക്സ് പ്ലെയിനിൽ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ Y ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ ഇതാണെങ്കിൽ, Y ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും, എക്സ് ആക്സിന് പാരലൽ ആയിരിക്കും. സോ ദിസ് ഈസ് Y ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ. ആ ലൈൻ ദിസ് ഈസ് Y ഈക്വൽ ടു 1. അതിൻ്റെ ഏത് പോർഷൻ ആയിരിക്കും? അപ്പർ പോർഷനിലുള്ള ഏത് പോയിന്റ് എടുത്താലും, ഇതിൻ്റെ അപ്പർ പോർഷനിലുള്ള ഏത് പോയിന്റ് എടുത്താലും Y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും, ഇൻക്ലൂഡിങ് ദി പോയിന്റ്സ് ഓൺ ദി ലൈൻ. Y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ആദ്യത്തെ കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അറിയാം, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? മോഡുലസ് ഓഫ് Z minus Z0 ഈക്വൽ ടു R represents a circle. It represents a circle with radius R and center Z0. റേഡിയസ് R ആൻഡ് സെൻറ്റർ Z0 ജോമെട്രി പഠിക്കുന്നതാണത്. സോ ഇവിടെ എന്ത് വരും? ഇക്വേഷൻ എങ്ങനെ വരും? X minus 2 whole square plus Y minus 1 whole square equal to 9 വരും ഇതിൽ നിന്ന്. ഓക്കെ, അതൊരു സർക്കിളാണ്. അതിൻ്റെ സെൻറ്റർ 2,1 ആണ്. സെൻറ്റർ 2,1 ആണ്. സെൻറ്റർ 2,1 എന്ന് പറയുമ്പോൾ എന്തായാലും ഇതിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും 2,1. അതിൻ്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് 3 യൂണിറ്റ് ആണ്. റേഡിയസ് 3 യൂണിറ്റ് ആണ്. സോ അങ്ങനെ ഒരു സർക്കിളും കൂടി നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഞാൻ ആ സർക്കിൾ ഒന്ന് പ്ലോട്ട് ചെയ്യാം. റേഡിയസ് 3 യൂണിറ്റ് ആണ്. സോ ഇങ്ങനെ ഒരു സർക്കിൾ വരും. ഓക്കെ, റഫായിട്ട് പ്ലോട്ട് ചെയ്താൽ മതി. ഓക്കെ, റേഡിയസ് സെൻറ്റർ 2,1ഉം റേഡിയസ് 3 ആയിട്ടൊരു സർക്കിൾ. ഓക്കെ, ദിസ് ഈസ് ദ സർക്കിൾ. സർക്കിൾ കിട്ടി. ഇനി ഒരു മൂന്നാമതൊരു കണ്ടീഷൻ കൂടി അവിടെ തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, തേർഡ് വൺ എന്താണ്? തേർഡ് വൺ എന്താ പറയുന്നത്? റിയൽ പാർട്ട് ഓഫ് 1 minus I into Z ഈക്വൽ ടു റൂട്ട് 2. റിയൽ പാർട്ട് ഓഫ് 1 minus I into Z. സോ 1 minus I into Z എന്ന് പറയുന്നത് എന്താണ്? X plus IY ആണ്. ഇതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് വേണ്ട, ഇതിൻ്റെ ഏത് പാർട്ട് മതി? റിയൽ പാർട്ട് മതി. ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? X plus Y ആയിരിക്കും. ഇതിൻ്റെ റിയൽ പാർട്ട് എന്തായിരിക്കും? X plus Y ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട്. ഇതാണ് ഏത് കണ്ടീഷൻ? തേർഡ് കണ്ടീഷൻ.
ഓക്കെ, അപ്പോൾ 3 കണ്ടീഷൻസ് കിട്ടി. ആ 3 സെറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള കണ്ടീഷൻസ് കിട്ടി. ഓക്കെ, സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു √2 എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു √2 എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ആ സ്ട്രെയിറ്റ് ലൈനും കൂടി ഞാൻ പ്ലോട്ട് ചെയ്യുകയാണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു √2. ഓക്കെ, √2 എന്ന് പറയുമ്പോൾ യെസ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരും. ഓക്കെ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു √2 എന്ന് പറയുന്നത് മോർ ദാൻ 1 ആണ്, ലെസ് ദാൻ 2 ആണ്. അപ്പോൾ ഏകദേശം റഫായിട്ടൊന്ന് പ്ലോട്ട് ചെയ്താണ്. ഓക്കെ, അത് പോയല്ലോ. യെസ്, സോ പ്ലോട്ട് ചെയ്യാം. ഇതാണ് ആ ലൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു √2. അപ്പം നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഈ 3 റീജിയണിലും കോമൺ ആയിട്ട് വരുന്ന പോയിന്റ്സ് ആണ് വേണ്ടത്. ഇതിന് 3ലും കോമൺ ആയിട്ടുള്ള പോയിന്റ്, അതായത് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, അതാണ് ആദ്യത്തെ കണ്ടീഷൻ. അതിൽ വരുന്ന പോയിന്റ്സ് ആവണം, ആ റീജിയണിൽ വരുന്ന പോയിന്റ് ആയിരിക്കണം. ഈ സർക്കിളിൽ വരുന്ന പോയിന്റ് ആയിരിക്കണം. ആ സർക്കിളിൽ വരുന്ന പോയിന്റ്, ഇന്റീരിയർ സർക്കിൾ അല്ല, സർക്കിളിൽ വരുന്ന പോയിന്റ് ആയിരിക്കും. എക്സ്റ്റീരിയർ എടുക്കരുത്, ആ സർക്കിളിൽ വരുന്ന പോയിന്റ് ആയിരിക്കണം. അതേപോലെ ഈ ലൈനിൽ വരുന്ന പോയിന്റ് ആയിരിക്കണം. ഇതിൻ്റെ 3ന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ 3ലും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ എത്ര പോയിന്റ്സ് ഉണ്ട് നോക്കിയത് നിങ്ങൾ? ഇത് 3ലും സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര പോയിന്റ്സ് ഉണ്ട്? y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവണം, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവണം, സർക്കിളിലുള്ള പോയിന്റ് ആയിരിക്കണം, അതേപോലെ ലൈനിൽ വരുന്ന പോയിന്റും ആയിരിക്കണം. അങ്ങനെ എത്ര പോയിന്റ് ഉണ്ട് അതിൽ? യെസ്, ദർ ഈസ് ഓൺലി 1 പോയിന്റ്, എക്സാക്ട്ലി 1 പോയിന്റ്. ഈ പോയിന്റ് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യൂ. അത് സർക്കിളിലുള്ള പോയിന്റ് ആണ്, ലൈനിലുള്ള പോയിന്റ് ആണ്, y ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ y ലെസ് ദാൻ 1 ആണ് വരുന്നത്. അപ്പോൾ സർക്കിളിനും ലൈനിനും കോമൺ ആയിട്ട് 2 പോയിന്റ്സ് ഉണ്ട്. y ഗ്രേറ്റർ ദാൻ 1 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. സോ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഏതാണ് പോയിന്റ് എന്നല്ല, നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ചോദിച്ചത്. ഇതിൽ കോമൺ ആയിട്ട് എത്ര എലമെന്റ്സ് ഉണ്ട്? ഓൺലി 1 എലമെന്റ്. സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ എ JEE അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ. JEE അഡ്വാൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചോദിക്കാം. JEE അഡ്വാൻസിൻ്റെ പഴയ ഇയേഴ്സിലുള്ള കുറേ വർഷങ്ങൾ മുന്നുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ JEE മെയിൻ അതേപോലെ കോപ്പി പേസ്റ്റ് വരുന്നുണ്ട്. ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എന്തായാലും ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ JEE മെയിൻ ഈസി ആയിരിക്കും. സോ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്, നമ്പർ ഓഫ് എലമെന്റ്സ് 1 ആണ്, ഓൺലി 1 എലമെന്റ്. ഇത് മാത്രമാണ് കോമൺ ആയിട്ട് വരുന്നത്. ഋഷികേഷ് ക്ലിയർ അല്ലേ? ഈ എലമെന്റ് എടുക്കാൻ നമുക്ക് പറ്റില്ല. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് ആണ്. സർക്കിളിൽ വരണം, ലൈനിൽ വരണം, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന ഒരൊറ്റ എലമെന്റ് അവിടെ വരുന്നുള്ളൂ. സോ ആൻസർ ഈസ് 1. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി കോമൺ, A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C എന്ന് പറഞ്ഞാൽ അതിൽ കോമൺ ആയിട്ടുള്ളതാണ്. ഓക്കെ, യെസ്. സോ സെറ്റ്സ് കണക്ട് ചെയ്തു, അതേപോലെ കോംപ്ലക്സ് നമ്പേഴ്സ് കണക്ട് ചെയ്തു, പ്ലസ് ജോമെട്രിയും കൂടി കണക്ട് ചെയ്തിട്ട് 3ഉം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം നമുക്ക്. ഈ സെഷനിലെ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതും കൂടി കഴിഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ശ്രദ്ധിച്ചോ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, ടിപ്പിക്കൽ ആണ്, അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. എക്സാം ഹോളിൽ ചെന്നിട്ട് ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യരുത്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ കുറേ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സ്കിപ്പ് ചെയ്യരുത്, ശരിക്കും ശ്രദ്ധിക്കാൻ പറയും. എഫ് ഡിഫൈൻഡ് ഫ്രം ഓപ്പൺ ഇൻ്റർവൽ 0, to R റിയൽ നമ്പേഴ്സിലേക്കാണ് ഡിഫൈൻ ചെയ്തത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to x എഫ് ഓഫ് ടി ഡി ടി. ഒന്ന് ക്യാപിറ്റലാണ്, ഒന്ന് സ്മോൾ ആണ്. എഫ് ഓഫ് എക്സ് സ്ക്വയർ, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു 1 + x. എഫ് ഓഫ് 4 ഈക്വൽ ടു എഫ് ഓഫ് 4 ആണ് ചോദിച്ചത്. നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, ഡിഫറൻഷിയേഷനിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. എഫും ജിയും തന്നിട്ട് ക്യാപിറ്റൽ എഫ് തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അതേപോലെ ഇവിടെ സ്മോൾ എഫ് ഉണ്ട്, ക്യാപിറ്റൽ എഫ് ആണ് കണക്ട് ചെയ്തത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അത് കണ്ടീഷൻ അതാണ്. 2 കണ്ടീഷൻസ് ആണുള്ളത്. ഈ കണ്ടീഷനിൽ നിന്നും നമുക്ക് വേണ്ടത് സ്മോൾ എഫ് ഓഫ് 4 അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, f'(x) ചെയ്യാണ്. f'(x) ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ ഏത് പഠിക്കണം? f'(x) ചെയ്യണമെങ്കിൽ നിങ്ങൾ ലെബനൈസ് തിയറം പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കണം. ലെബനൈസ് തിയറം അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിലും ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് വരും. സോ f'(x) ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, f'(x) എഫ് ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് 4 ആണ് വേണ്ടത്. എഫ് ഓഫ് 4 ഈസ് ഈക്വൽ ടു f'(4) എന്ന് എഴുതാം. എഫ് ഓഫ് 4 ഏതിന് ഈക്വൽ ആയിരിക്കും? ക്യാപിറ്റൽ f'(4), കാരണം ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ആണ് ഇത്.
അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 to x ആയതുകൊണ്ടാണ് എഫ് ഓഫ് എക്സ് വന്നത്. 0 to x² ആണെങ്കിൽ അത് 2x ഇൻറ്റു എഫ് ഓഫ് എക്സ് സ്ക്വയർ വരും. ഓക്കെ, അത് ലെബനൈസ് തിയറി അപ്ലൈ ചെയ്യുക, ലെബനൈസ് റൂൾ പഠിച്ചു വെക്കുക. അത് യൂസ് ചെയ്തിട്ട് JEE ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അഡ്വാൻസ്ഡ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ക്വസ്റ്റ്യൻ. പക്ഷേ അഡ്വാൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ JEE വരുന്നത് കൊണ്ട് നിങ്ങൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, സോ ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ഈ പാർട്ടിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ശ്രദ്ധിച്ചോളൂ. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. f'(x² ഇൻറ്റു 2x ഈക്വൽ ടു റൈറ്റ് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ അതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. x² x³ വരും, x² ഡെറിവേറ്റീവ് 2x വരും, പ്ലസ് x² ഉള്ളിലേക്ക് പോകുമ്പോൾ x³ ആവും, x³ ഡെറിവേറ്റീവ് 3x² വരും. ഇനി നമുക്ക് വേണ്ടത് ഈ f'(4) അല്ലേ, f(4) കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ f'(4) കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ f' ഉള്ളിൽ 4 കിട്ടണമെങ്കിൽ എക്സിന് നിങ്ങൾ എത്ര കൊടുക്കണം? 2 കൊടുക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സിന് 4 കൊടുത്താൽ ഇവിടെ 16 ആയി മാറും. നമുക്ക് വേണ്ടത് എക്സിന് 4 ആണ്. ഇവിടെ 4 ആണ് കിട്ടുന്നത്. സോ എക്സിന് എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. എക്സിന് 2 കൊടുത്താൽ ഇത് ഈ f'(4) ആവും, ഇൻറ്റു 4 വരും, ഈക്വൽ ടു 2 × 2 4 വരും, 3 × 4 12 വരും. സോ f'(4) ഈക്വൽ ടു 16/4 ഈക്വൽ ടു 4 കിട്ടും. അത് തന്നെയാണ് f(4). നിങ്ങളോട് ചോദിച്ചത് f(4)ൻ്റെ വാല്യൂ ആണ്. സോ ഹിയർ ആൻസർ ഈസ് 4. സി ആണ് റൈറ്റ് ആൻസർ. ആ മോഡൽ ക്വസ്റ്റ്യനും കൂടി കാണുക. സോ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് കുറേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ലൈഡ്സ് കിട്ടും. സ്ലൈഡ്സ് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലൈഡ്സ് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കിട്ടുന്നില്ലെങ്കിൽ മാത്രം വീഡിയോ സൊല്യൂഷൻ ഒന്നും കൂടി വാച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് കിട്ടും, കുഴപ്പമില്ല. കാരണം നിങ്ങൾ ഈ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ അതുണ്ടാവും. ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുക കാര്യങ്ങൾ. കാരണം ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇതിൻ്റെ ലോവർ ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ഇൻക്ലൂഡ് ചെയ്തത് ഇനിയും നിങ്ങൾക്കൊന്നും മിസ്സാവരുത് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് ടിപ്പിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക. എക്സാം ഹോളിലേക്ക് കയറുമ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എത്രത്തോളം പഠിച്ചാലും നിങ്ങൾ 100% പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങളത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് പഠിച്ചോ അത് ആ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് എന്തായാലും 30 ക്വസ്റ്റ്യൻസ് അല്ലേ, 30 ക്വസ്റ്റ്യൻസിൽ എന്തായാലും നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഓക്കെ, അതിൽ ആ ന്യൂമറിക്കൽ വാല്യൂ ക്വസ്റ്റ്യന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതും നെഗറ്റീവ് മാർക്കിംഗ് ശ്രദ്ധിക്കുക. തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കറക്കിക്കുത്തൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഒരിക്കലും പോകരുത്. നല്ല രീതിയിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം ഹോളിൽ കയറാൻ. നിങ്ങൾ പഠിച്ചതിനെ ബേസ് ചെയ്ത് എന്തായാലും ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. അറിയുന്ന ക്വസ്റ്റ്യൻസ്, ഞാൻ വീണ്ടും പറയുകയാണ്, അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുക, എന്നിട്ട് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക. ദെൻ ടഫ് ക്വസ്റ്റ്യൻസിലേക്കൊക്കെ ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. ചെയ്യാൻ മടി കാണിക്കരുത്. ചിലപ്പോൾ അത് കാണുമ്പോൾ ടഫായിരിക്കും, പക്ഷെ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മാത്സൊക്കെ മിക്കവാറും സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാത്സ് ടഫാന്ന് പറഞ്ഞാൽ അങ്ങ് മാറ്റി വെക്കും. ഓക്കെ, ടഫ്നെസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ്. ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് ചെയ്ത പല ക്വസ്റ്റ്യൻസും പല സ്റ്റുഡൻസും വളരെ ഹാർഡ് ക്വസ്റ്റ്യൻസാണ്, ഇവാലുവേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസാണ്. പക്ഷേ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ നല്ല രീതിയിൽ ചെയ്യുക, മാക്സിമം സ്കോറിലെത്തുക. നിങ്ങൾക്ക് കൊടുക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് തന്നെ ഈ വർഷത്തെ phase 2 എക്സാമിന് നിങ്ങൾ കാഴ്ചവെക്കുക. ആ രീതിയിൽ തന്നെ പഠിക്കുക. റിസൾട്ടൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും സൈലത്തിലേക്ക് വരിക. സോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ എപ്പോഴെങ്കിലും കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്.